ആ രാജ്യത്തിന്റെ പരമോന്നത നേതാവിനെ മാത്രമല്ല പിന്നാലെ വരാനുള്ള പിൻഗാമികളെയും കൊന്നുകളഞ്ഞാൽ എപ്സ്റ്റീൽ ബ്ലാക്ക്മെയിലിംഗിനടക്കം വീട്ടിലെ വളർത്തുനായ്ക്കളുടെ മട്ടിൽ വിധേയ പ്രജാരാജ്യങ്ങളെ പോലെ ഇറാൻ സാഷ്ടാംഗം പ്രണമിച്ച് അവസാനിക്കും എന്ന അമേരിക്കൻ ഇസ്രായേൽ പ്രതീക്ഷകൾ അസ്തമിക്കലാണ്. ആയത്തുള്ള അലി ഖമനിയെ കൊന്നു തുടങ്ങി വെച്ചൊരു യുദ്ധം ആ മേഖലയെ ഒന്നാകെ അനാർക്കിയിലേക്ക് തള്ളിവിട്ട് കൈവിട്ടുപോയ മട്ടിലുമാണ്. അധികനാളായിട്ടില്ല, മാസങ്ങൾക്ക് മുൻപ് മാത്രം ഇറാൻ തെരുവുകളിൽ ഭരണകൂടത്തിനെതിരെ സമരത്തിനിറങ്ങിയ ലക്ഷക്കണക്കിന് മനുഷ്യർ ഖമനൈ വീണാൽ ഒരിക്കൽ കൂടി തെരുവിലിറങ്ങും, ആ ഭരണകൂടത്തെ അട്ടിമറിക്കുമെന്ന പ്രതീക്ഷയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ആവർത്തനാഹ്വാനങ്ങളും വർക്കൗട്ട് ആവുന്നില്ല. ഒരിക്കൽ കൂടി ആ ലക്ഷക്കണക്കിന് മനുഷ്യർ ഇൻഗുലാബ് സ്ക്വയറിൽ ഇമാം റസ ശവകുടീരത്തിലൊക്കെ തെരുവിലിറങ്ങി. പക്ഷേ അത് ഭരണകൂടത്തെ അട്ടിമറിക്കാനല്ല, തങ്ങളുടെ അവസാന വാക്കായിരുന്ന നേതാവിന്റെ ചോരയ്ക്ക് പ്രതികാരം ആവശ്യപ്പെട്ടാണ്. ഇറാന്റെ പുതിയ ഭരണ സംവിധാനത്തിന് പിന്തുണ അറിയിക്കാനാണ്. പ്രൈമറി സ്കൂൾ ആക്രമിച്ച് 180 പെൺകുഞ്ഞുങ്ങളെ കൊന്നതിന്റെ തുടർച്ചയിൽ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വിധം തെഹ്റാൻ ആകാശത്ത് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ ബാലിസ്റ്റിക് ശേഖരങ്ങളിൽ മിസൈൽ പെരുമഴ തീർക്കുന്നുണ്ട് അമേരിക്കൻ ഇസ്രായേൽ ഫൈറ്റർ ജെറ്റുകൾ. ഖമനയ്ക്ക് പിന്നാലെ പിന്നെയും നേതാക്കൾ, പ്രധാന വ്യക്തിത്വങ്ങൾ, സിവിലിയൻസ്, ഒരുപാട് മരണങ്ങൾ, എമ്പാടും ചോരയൊഴുക്കാണ്. ഖമനയുടെ മരണത്തിന് ഞെട്ടലിൽ വിറങ്ങലിക്കലല്ല, ഇറാൻ പേടിയില്ലാതെ ഇപ്പോഴും നേർക്കുനേർ നിൽക്കൽ തന്നെയാണ്. ടെല്ലവീവിൽ, ഹൈഫയിൽ, ബത്ഷേബാദ്, ബംഗൂറിയൻ ഇൻവിൻസിബിൾ, തകർക്കാൻ കഴിയാത്തത് എന്ന് അഹങ്കരിച്ച അയൺഡോമും ഡേവിഡ് സ്ലിംഗും ആരോ 3യും ഭേദിച്ച് ഇസ്രായേൽ എമ്പാടും സമാനതകളില്ലാത്ത നാശങ്ങൾ, മരണങ്ങൾ. ഫത്ത ഹൈപ്പർസോണിക് മിസൈലുകൾ, ഖൊറം ഷാഹർ 4 ഖൈബർ മിസൈലുകൾ ഇറാനും ലോകത്തെ കാണിക്കലാണ് ആവനാഴി കരുത്ത്. UAE, ഖത്തർ, സൗദി അറേബ്യ, ബഹ്റൈൻ, കുവൈറ്റ്, ഇറാഖി കുർദിസ്ഥാൻ, അമേരിക്കൻ എയർബേസുകളിൽ ഓൾ ഔട്ട് അറ്റാക്കിൽ നമുക്കന്നം തരുന്നതടക്കം ഒരുപാട് രാജ്യങ്ങൾ പേർഷ്യൻ ഗൾഫിനെ അസ്ഥിരമാക്കുന്നതിന് ഇറാനിലെ ചോരയ്ക്ക് മറുപടിയായി കിട്ടുന്ന ഇസ്രായേലിലെ ചോരയ്ക്ക്, അമേരിക്കൻ സൈനികരുടെ തന്നെ ചോരയ്ക്ക് നാശത്തിന് കാരണക്കാർ ആരെന്ന ചോദ്യത്തിനാണ്. ലോകനീതിയുടെ ലംഘനം ശീലമാക്കിയവർ, ലക്കുകെട്ട യുദ്ധഭ്രാന്തന്മാർ, അവരെപ്പറ്റിയാണ് വയനാട്ടിൽ മുഖ്യമന്ത്രി പറഞ്ഞത് റോഗ് നേഷൻസ് അഥവാ തെമ്മാടി രാഷ്ട്രങ്ങൾ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. കേണൽ സ്റ്റിന്നി, ശ്രീ അഷ്റഫ് കടക്കൽ, ശ്രീ ജോസഫ് ആനണി, ശ്രീ ജേക്കബ് തരകൻ, മേജർ ജനറൽ ജേക്കബ് തരകൻ, ശ്രീ നിർമ്മൽ അബ്രഹാം എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ സി എസ് ഡിന്നിലേക്ക് പോകുന്നു. സി എസ് ഡിന്നി, നമ്മൾ നേരത്തെയും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലും അത് സംസാരിച്ചതാണ്. എന്താണ് ഒരു യുദ്ധലക്ഷ്യം പ്രഖ്യാപിച്ച് യുദ്ധമുഖത്ത് ഇറങ്ങുന്നതിന് പ്രശ്നം? ഇവിടെ ആയത്തുള്ള അലി ഖമനയെ കൊല്ലൽ മാത്രമല്ല ലക്ഷ്യം, അവരുടെ റെജീം ചേഞ്ച് ആണ്. അത് അല്പസമയം മുമ്പ് പെന്റഗൺ നടത്തിയ വാർത്താ സമ്മേളനത്തിലും ഭരണമാറ്റം ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. കരയുദ്ധത്തിലൂടെ അല്ലാതെ അത് സാധ്യമാകാൻ പോകുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. എന്ന് മാത്രമല്ല, ഈ ഖമനയെയും IRGC തലവനെയും കൊല്ലൽ അവിടെ ഒരു വാക്കമുണ്ടാക്കുന്നില്ല. പുതിയ റാങ്ക് ആൻഡ് ഫയൽ വരുന്നു, ഇറാനും അതേ ശക്തിയിൽ തിരിച്ചടിക്കുന്നു. അതുകൊണ്ട് ഈ പ്രഖ്യാപിത യുദ്ധലക്ഷ്യം പൂർത്തീകരിച്ച് 4 ആഴ്ച കൊണ്ട് യുദ്ധം തീർക്കൽ എന്നത് നടക്കുന്ന കാര്യമാണോ ശ്രീ കേണൽ ജിന്നി? ശ്രീ ഹാഷ്മി, ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ US-ന്റെ അവരുടെ പ്രഖ്യാപിതമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അത് അത്ര ഈസി ആയിട്ട് നേടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒന്ന്, അവർ പറഞ്ഞത്, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിൻ്റെ ഇന്നലത്തെ ആ ഒരു സ്പീച്ചിൽ അദ്ദേഹം പറഞ്ഞത് ഒരു ഭരണമാറ്റത്തിലേക്കുള്ള രീതിയിൽ തന്നെയാണ്. അതിനകത്ത് ഇറാനിൻ്റെ പൗരന്മാരെടുത്ത് ഇത് നിങ്ങൾക്ക് സ്വർണ്ണ അവസരമാണ് എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം സംസാരിച്ചിരുന്നു. രണ്ടാമത്തെ അവരുടെ ഉദ്ദേശം കംപ്ലീറ്റ് ആയിട്ടുള്ള ന്യൂക്ലിയർ വെപ്പൻസ് ഇറാനിന് പാടില്ല എന്നും പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മൂന്നാമതായിട്ടുള്ള ഇറാനിൻ്റെ മിലിറ്ററി ക്യാപ്പബിലിറ്റീസിനെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ ഇവിടെ ഈ ഭരണമാറ്റം എന്ന് പറയുമ്പോഴും അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഈസി ആയിട്ട് നടക്കത്തില്ല എന്നതിൻ്റെ കാരണം, ഒന്നാമത് ഇപ്പോൾ ഇറാനിൻ്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ഒരു മതപരമായിട്ടുള്ള ഒരു ഗവർണൻസ് അത് സമൂഹത്തിലെ എല്ലാ രീതിയിലും അത് മേർജ് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ ഒരാളെ മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത ആൾ വരുമ്പം അതും അതേ രീതി തന്നെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഭരണമാറ്റം കൊണ്ട് ഒരു തലവനെ മാത്രം ഇല്ലാതാക്കിക്കൊണ്ട് ആ ഭരണമാറ്റം വരുമോ എന്നുള്ളത്, അല്ലെങ്കിൽ റെജീം ചേഞ്ച് എന്ന് പറയുന്നത്, അത് അങ്ങനെ നടക്കുന്നത് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് എനിക്കറിയില്ല. സോ ഡെഫിനറ്റ്ലി ഇപ്പോൾ അവരുടെ ഇറാനെ സംബന്ധിച്ചോളം 4 ലെയേഴ്സ് ഓഫ് ലീഡർഷിപ്പാണ് ഉണ്ട് എന്നാണ് അവരുടെ അടുത്ത് പറയുന്നത്. അതായത് ഒരു ലീഡർഷിപ്പ് പോയാൽ അടുത്ത കഴിഞ്ഞാൽ പിന്നീട് അങ്ങനെ 4 ലെയേഴ്സ് ഓഫ് ലീഡർഷിപ്പ് ഉണ്ട്. ഈ എല്ലാ ലീഡർഷിപ്പിൻ്റെയും അവരുടെ നയം, അവരുടെ ആശയം, അവരുടെ ഐഡിയോളജി എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം ഈ ഭരണമാറ്റം എന്ന് ഇവർ വിചാരിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ട് നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇറാനിൽ ധാരാളം എതിർപ്പുകളുണ്ട്, അത് ശരി തന്നെയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെയും യുവാക്കളുടെയൊക്കെ എതിർപ്പുണ്ടെങ്കിൽ തന്നെയും പൊതുസമൂഹത്തിന് എന്നുള്ള നിലയിൽ ഇപ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ഒരു ക്രൈസിസ്, അവരുടെ രാജ്യത്ത് ഒന്ന് അറ്റാക്ക് ചെയ്യുമ്പം ആ രാജ്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു ജനതയാണ് ഇറാൻ. കാരണം അവർ വളരെ ദേശീയതയോടെ നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. അപ്പം അത്ര ഈസി ആയിട്ട് മറ്റ് രാജ്യങ്ങളിലൊക്കെ ചെയ്ത പോലെ ഇവിടെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നത്. രണ്ടാമതായിട്ട് നമ്മളിപ്പം കാണുന്ന ഈ കോൺഫ്ലിക്റ്റിൻ്റെ ഒരു രീതി നമുക്ക് കഴിഞ്ഞ വർഷം US-ഉം ഇസ്രയേലും കൂടെ ഇറാനെ അറ്റാക്ക് ചെയ്ത സമയത്ത് അവർ 18 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവർ സ്ട്രൈക്ക് ബാക്ക് ചെയ്തത്. അതും സ്ട്രൈക്ക് ചെയ്തത് മോസ്റ്റ്ലി അവർ ഇസ്രയേലിന് വേണ്ടിയാണ്, ഇസ്രയേലിന് അഗേൻസ്റ്റ് ആയിട്ടാണ്. എനിക്കൊന്ന് ഒരു പ്രാവശ്യം ഖത്തറിൻ്റെ അഗേൻസ്റ്റ് മാത്രമാണ് അവർ ചെയ്തത്, ബാക്കി എല്ലാം അവർ ഇസ്രയേലിന് അഗേൻസ്റ്റ് മാത്രമാണ്.
ഇപ്രാവശ്യം അവർ ഈ US-ഉം ഇസ്രയേലും അറ്റാക്ക് ചെയ്ത 1 മണിക്കൂറിനുള്ളിൽ തന്നെ അവർ കൗണ്ടർ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. ആ സ്റ്റാർട്ട് ചെയ്തത് മാത്രമല്ല, ഈ GCC രാജ്യങ്ങളിൽ US എയർബേസസ് ഉള്ളതും അതുപോലെ തന്നെ US എയർബേസ് അല്ലാത്ത ഏരിയാസിലും അവർ ഫയർ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഹോട്ടൽ കോംപ്ലക്സസ് ആയാലും ശരി, പെട്രോളിയം ഇതായാലും ശരി, ഷിപ്പിംഗ് ലൈൻസ് ആയാലും ശരി, അതെല്ലാം ചെയ്യുന്നതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള പ്ലാൻ ഉണ്ട്. ആളുകൾ വിചാരിക്കും ഇറാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫയർ ചെയ്യാണ്, പക്ഷെ അതിൻ്റെ ആ പ്ലാൻ അനുസരിച്ച് തന്നെയാണ് അവർ ചെയ്യുന്നത്. അതിൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ GCC രാജ്യങ്ങളും കൂടെ ഇപ്പം പറയുക കത്തുകയാണെങ്കിൽ മാത്രമേ ഇതിനകത്തൊരു പ്രഷർ വരുന്നുള്ളൂ. ഇപ്പം നോക്കൂ, ദുബായ് എയർപോർട്ട് അടച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ മറ്റ് പല രാജ്യങ്ങളിലും വലിയ രീതിയിലുള്ളുണ്ട്. അപ്പം ഈ GCC രാജ്യങ്ങളിലെ പ്രഷർ അമേരിക്കയിൽ വരും. അതിലൂടെ ഇതിന് പെട്ടെന്ന് അല്ലെങ്കിൽ ഒരു പരിധി വിട്ട് അമേരിക്കയ്ക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു കാൽക്കുലേഷനാണ് ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത് കൂടാതെ ഇന്ന് നമ്മൾ കണ്ടത് US-ന്റെ ഒരു 3 സൈനികർ ഇന്നലെ കാഷ്വാലിറ്റീസ് ഉണ്ടായി. ഇന്ന് അവരുടെ ഇപ്പോഴത്തെ റിപ്പോർട്ട് അനുസരിച്ച് ഒരു 3 F-15 എയർക്രാഫ്റ്റ് അത് കുവൈത്തിൽ തന്നെ വീണതായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വിഷ്വൽസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് കുവൈത്തിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം തന്നെയാണ് ഒരു ഫ്രണ്ട്ലി ഫയർ, അല്ലാതെ ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഫയർ ചെയ്ത് വീഴ്ത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം US-ന്റെ ഉള്ളിൽ തന്നെ ധാരാളം പ്രഷർ ഡൊണാൾഡ് ട്രംപിൻ്റെ മുകളിൽ വരുന്നുണ്ട്. ഈ ഒരു യുദ്ധം നിർത്തണമെന്ന് അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു പരിധി കഴിഞ്ഞാൽ, അപ്പോൾ ഒരു 4 ആഴ്ച എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള എനിക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു ഡൗട്ടുണ്ട്. കാരണം ഇറാനെ സംബന്ധിച്ചോളം അവരുടെ ഏറ്റവും വലിയ ശക്തി ഈ ബാലിസ്റ്റിക് മിസൈൽസും ഡ്രോൺസും ആണ്. അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കാൻ സാധിക്കില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പം ഗാസയിൽ ഹമാസിനെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോഴും ഹമാസിന് 1-2 റോക്കറ്റ്സ് അപ്പോഴും ഒക്കെ ഫയർ ചെയ്യാനുള്ള ശേഷി ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചോളം അത് അവരുടെ ഇത്രയും വലിയൊരു രാജ്യത്ത് എവിടെയെങ്കിലുമൊക്കെ വെച്ച് അവർക്ക് ഫയർ ചെയ്യാനും അതിന് വേണ്ട രീതിയിലുള്ള അഡാപ്റ്റേഷൻ അവർ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. ആ രീതിയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് US എങ്ങനെയാണോ ആദ്യം വിചാരിച്ച കണക്ക് ഒരു പെട്ടെന്ന് ഒരു 4 ദിവസത്തിനുള്ളിൽ ഒരു വിക്ടറി കിട്ടും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു രീതി അല്ല ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ. പക്ഷെ ഡൊണാൾഡ് ട്രംപ് എന്നുള്ള വ്യക്തിയുടെ ഒരു പേഴ്സണാലിറ്റി വെച്ച് നോക്കുമ്പോൾ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ജയിച്ചു, ട്വിറ്ററിൽ വന്നിട്ട് ഞങ്ങൾ നേടേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിട്ട് അത് ആ യുദ്ധം അവസാനിപ്പിച്ചാലും നമുക്കൊന്നും അതിശയം വരേണ്ട കാര്യമില്ലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശ്രീ ഹാഷ്മി. ഓക്കെ, ഞാൻ ജേക്കബ് തുറയിലേക്ക് മറ്റുള്ളവർക്ക് എത്താമേ. ഞാൻ ജോസഫാനിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ ഇന്നിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഒരു പ്രതികരണം, ഐസക് ഹെർസോഗിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. The missile totally annihilated the synagogue and entered into the shelter because it was a direct hit of a half-a-ton missile. Children were murdered here. 9 innocent souls were lost. All night, the teams of the mayor were gathering the remains and the pieces. We pray with the victims and we pray with their families and we hope that they shall find comfort. ജോസഫാനാണ് ഇവിടെ എന്താണ് സിനഗോഗിനകത്തെ ഷെൽട്ടറിനുള്ളിൽ ബങ്കർ ബസ്റ്റർ കണക്ക് ഇറാന്റെ മിസൈലുകൾ ആളെ കൊന്ന കാര്യം പറയുകയാണ് ഹെർസോഗ്. ഒരു കുട്ടി മരിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട് അവിടെ. അപ്പോൾ പ്രൈമറി സ്കൂളിലെ 180 ചെറിയ പെൺകുഞ്ഞുങ്ങളെ എന്ന ചോദ്യത്തിന് ഹെർസോഗിന് മറുപടിയില്ല. ഇസ്രായേലിലെ ഈ കാണുന്ന നാശങ്ങൾ മാത്രമല്ല, മേഖല മുഴുവൻ അസ്വസ്ഥമാണ്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ എയർബേസുകൾ മാത്രമല്ല, സൗദി അരാംകോ, ഒമാനിൽ എണ്ണക്കപ്പലുകൾ, രാജ്യങ്ങളുടെ ഫ്ലാഗ് മാർക്ക് എന്ന് പറയാവുന്ന ബിൽഡിങ്ങുകൾ മൊത്തം അസ്ഥിരമാവുന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പെന്റഗൺ വാർത്താസമ്മേളനം നടത്തി പറയുകയാണ് അമേരിക്കയ്ക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. എന്താണ് ആ കാഴ്ചപ്പാട്? ഇഷ്ടമില്ലാത്ത രാജ്യങ്ങളിൽ എന്താണ് മുട്ടിൽ നിൽക്കാത്ത രാഷ്ട്രത്തലവന്മാരെ കയറി കൊന്നുകളയാം. അതെന്തൊരു കാഴ്ചപ്പാടാണ് ശ്രീ ജോസഫാനണി? വളരെ ശരിയായിട്ടുള്ള ഒരു ആശയമാണ് ഹാഷ്മി മുമ്പോട്ട് വെച്ചത്. നമ്മൾ നോക്കൂ, ഈ ലോക രാഷ്ട്രീയം നിലനിൽക്കുന്നതിന് ഒരു അടിത്തറയുണ്ട്. എന്താ ലോക രാഷ്ട്രീയം നിലനിൽക്കുന്നതിൻ്റെ അടിത്തറ? ലോകത്ത് നമുക്കറിയാം ഒരു രാഷ്ട്രത്തിനുള്ളിൽ ഒരു ഭരണകൂടമുണ്ട്, ആ രാഷ്ട്രത്തിനൊരു നേതാവുണ്ട്, രാഷ്ട്രത്തിനുള്ളിൽ നിയമമുണ്ട്. എന്നാൽ ഈ ഒരു അവസ്ഥ അന്തർദേശീയ രാഷ്ട്രീയത്തിലില്ല. അന്തർദേശീയ രാഷ്ട്രീയത്തിൽ ലോകത്തെ മുഴുവൻ ഭരിക്കുന്നതോ നിയന്ത്രിക്കുന്നതോ ആയിട്ടുള്ളൊരു സംവിധാനമില്ല. അപ്പോൾ അവിടെ ഈ രാഷ്ട്രങ്ങളും ഈ ലോകരാഷ്ട്രങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സമാധാനത്തോടെ മുന്നോട്ട് പോകുന്നത് ഈ റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡർ എന്നൊക്കെ പറയുന്നത്. അതായത് ചില ചട്ടങ്ങളും ക്രമീകരണങ്ങളും സ്ഥാപനങ്ങളും ലോകത്തെ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളൊരു രാജ്യത്തിൻ്റെ പരമാധികാരം അംഗീകരിക്കണം. 2, നിങ്ങളൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ഇടപെടരുത്. ഇങ്ങനെയുള്ള സുപ്രധാനങ്ങളായ ചട്ടങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. എന്ന് മാത്രമല്ല, ഈ മറ്റൊരു രാജ്യത്തെ ഒരു കാരണമില്ലാതെ ആക്രമിക്കരുത്
ചെയ്തത് എന്നുകൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സുപ്രധാനങ്ങളായിട്ടുള്ള അടിസ്ഥാന പ്രമാണങ്ങളുടെ പിന്നെ ഉറപ്പിലാണ് ലോകത്തെ രാജ്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ നിന്നാണ് നമ്മൾ ചർച്ച തുടങ്ങേണ്ടത്. ഈ യുദ്ധം, അതായത് യുദ്ധം തുടങ്ങിയത് ഇറാനല്ല, യുദ്ധം തുടങ്ങിയത് അമേരിക്കയും ഇസ്രായേലുമാണ്. അപ്പം ഈ യുദ്ധം, അതുകൊണ്ട് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ലോകത്തുണ്ടാകുന്ന അശാന്തിയുടെയും അസ്വസ്ഥതയുടെയും പിന്നെ പ്രശ്നങ്ങൾ, എല്ലാ തരത്തിലുള്ള പിന്നെ മരണങ്ങളുടെയും ഒക്കെ ഉത്തരവാദി വാസ്തവത്തിൽ അമേരിക്കയും ഇസ്രായേലുമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു അമേരിക്ക നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, അല്ലെങ്കിൽ ഇസ്രായേൽ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ഇറാൻ ആണവ പിന്നെ പരിപാടി ഉപേക്ഷിക്കണം, ആണവ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ചർച്ച ചെയ്യാനായിട്ട് പിന്നെ ഇറാൻ തയ്യാറായി. ഇറാൻ ചർച്ച ചെയ്യുന്നതിന് ഒമാൻ്റെ അൽബു സയ്ദി എന്ന് പറയുന്ന വിദേശകാര്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ കഴിഞ്ഞ 2 മാസമായിട്ട് ചർച്ചകൾ നടന്നു വരികയാണ്. അപ്പോൾ അത് ജനീവയിൽ ചർച്ച നടക്കുന്നു, ഒമാനിൽ ചർച്ച നടക്കുന്നു. ഈ പറഞ്ഞ ചർച്ചകളിൽ ഒരു ഭാഗത്ത് അമേരിക്കയുടെ പിന്നെ പ്രസിഡന്റിൻ്റെ മരുമകൻ യാരദ് കുഷ്ണർ പങ്കെടുക്കുന്നു, സ്റ്റീവ് വിറ്റ്കോഫ് പങ്കെടുക്കുന്നു, മറ്റൊരു ഭാഗത്ത് ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും അവരുടെ ടീമും പങ്കെടുക്കുന്നു. ഇങ്ങനെ പല തലങ്ങളിൽ ഈ ചർച്ചകൾ നടന്ന് ഏറ്റവും അവസാനം ഈ ഫെബ്രുവരി മാസം 26-ാം തീയതി എന്താ ഉണ്ടായത്? ഫെബ്രുവരി 26-ാം തീയതി നടന്ന ചർച്ചകളുടെ ഫലമായിട്ട് ഈ 3 കണ്ടീഷൻസ് ഇറാൻ അംഗീകരിച്ചു. എന്താ ഒന്ന് കണ്ടീഷൻ? ഒന്ന്, ഈ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ടർമാരെ ഇറാൻ്റെ എല്ലാ ആണവ കേന്ദ്രങ്ങളിലും ഗവേഷണ കേന്ദ്രങ്ങളിലും ഞങ്ങൾ പ്രവേശിപ്പിക്കാം. 2, ഞങ്ങൾ പിന്നെ ആണവായുധം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റോക്ക് പൈൽസ്, ഞങ്ങൾ അതിനുള്ള ഒരു സാധനവും ഞങ്ങൾ ശേഖരിക്കുകയില്ല. 3, ഞങ്ങൾ ഈ എൻറിച്ച് ചെയ്ത യുറേനിയത്തിൻ്റെ അത് ലെവല് താഴേക്ക് കൊണ്ടുവരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഈ പിന്നെ ഒമാൻ്റെ വിദേശകാര്യമന്ത്രിക്ക് ഉറപ്പ് നൽകി. ഒമാൻ്റെ വിദേശകാര്യമന്ത്രി ലോകത്തോട് വിളിച്ച് പറഞ്ഞു, ഇതാ നല്ല ഒരു തീരുമാനത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു, ഇപ്പോൾ നമുക്ക് സമാധാനത്തിലേക്ക് പോകാൻ കഴിയുമെങ്കിൽ ഇത് പോകാം എന്ന് പറഞ്ഞു. 27-ാം തീയതിയാണ് അദ്ദേഹം ലോകത്തോട് ഇത് പറയുന്നത്. 27-ാം തീയതി ലോകത്തോട് പറഞ്ഞ് ലോകം ഇത് കേൾക്കുന്നതിന് മുമ്പ് എന്താ സംഭവിച്ചത്? 28-ാം തീയതി ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് സംയുക്തമായി ആക്രമണം നടത്തി. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? അമേരിക്കയെ സംബന്ധിച്ചോ ഇസ്രായേലിനെ സംബന്ധിച്ചോ ഇറാൻ്റെ ആണവായുധമല്ല പ്രശ്നം, മറിച്ച് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഭരണമാറ്റം ഇല്ലാതാക്കി ഭരണമാറ്റം നടത്തി ഇല്ലാതാക്കുക. അതോടൊപ്പം ഭരണമാറ്റം ഇല്ലാതാക്കുക മാത്രമല്ല, ഈ രാജ്യത്തെ ഗോത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുന്നി, ഷിയ, ബലൂച്ച്, പിന്നെ കുർദുകൾ എന്ന് പറയുന്ന വ്യത്യസ്ത വിഭാഗങ്ങളായി ഛിന്ന ഭിന്നമാക്കുക എന്ന് പറയുന്ന വലിയ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാം ഡിസംബർ മാസം 28-ാം തീയതിയാണ് ഇറാനിൽ വ്യാപാരികൾ തെഹ്റാനിൽ സമരം തുടങ്ങുന്നത്. അപ്പോൾ അവിടുത്തെ സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് ഈ സമരം തുടങ്ങുന്നത്. 28-ാം തീയതി സമരം തുടങ്ങിയപ്പോൾ 29-ാം തീയതി ഒരു പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് പേർഷ്യൻ ഭാഷയിൽ അവരുടെ എക്സിലൂടെ പ്രസിദ്ധീകരിച്ചു. എന്താ പ്രസിദ്ധീകരിച്ചത്? ഈ സമരക്കാരോട് പറയാണ്, നിങ്ങൾ ശക്തമായി സമരവുമായിട്ട് മുന്നോട്ട് പോവുക, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്, നിങ്ങൾക്ക് വെറും വാക്കുകൾ കൊണ്ടല്ല ഞങ്ങൾ പിന്തുണ നൽകുന്നത്, നിങ്ങളോടൊപ്പം ഞങ്ങൾ ഗ്രൗണ്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഈ തെഹ്റാനിൽ ഈ സമരക്കാരുടെ ഇടയിൽ നിന്നുകൊണ്ട് ഈ സമരത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സഹായിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ആണവ പ്രശ്നമല്ല ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പ്രധാനപ്പെട്ട പ്രശ്നം. ഏതെങ്കിലും തരത്തിൽ ഇതിനെ ഭരണകൂടത്തെ അട്ടിമറിച്ച് ഭരണകൂട നേതാക്കന്മാരെ വധിച്ചുകൊണ്ട് ഈ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. അമേരിക്ക എന്താ പറഞ്ഞത്? അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു, ഈ സമരം നടക്കുന്ന ഘട്ടത്തിൽ ഈ സമരക്കാരോട് പറഞ്ഞു, നിങ്ങൾ അതിശക്തമായി സമരവുമായിട്ട് മുന്നോട്ട് പോകൂ, നിങ്ങൾ സ്ഥാപനങ്ങൾ കീഴടക്കണം, സ്ഥാപനങ്ങൾ പിടിച്ചടക്കണം. അങ്ങനെ സ്ഥാപനങ്ങൾ പിടിച്ചടക്കാൻ ശ്രമിക്കുമ്പോൾ ഇറാനിയൻ ഭരണകൂടം നിങ്ങൾക്കെതിരായി നടപടിയെടുത്താൽ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, എൻ്റെ സേന ഇതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ഇറാനിയൻ ഭരണകൂടത്തോടൊരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഈ സമരക്കാരെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ഞാൻ ഇടപെടും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ, അതായത് ഈ ആണവ പ്രശ്നമല്ല, അതായത് ഏതെല്ലാം തരത്തിൽ ഈ ഇറാന് ഉള്ളിൽ ആഭ്യന്തരമായി സംഘർഷമുണ്ടാക്കി ഭരണകൂടത്തെ അട്ടിമറിക്കാമോ അതിനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അന്തർദേശീയ രാഷ്ട്രീയം നിലനിന്നു പോകുന്നത് പരസ്പരം രാജ്യങ്ങൾ അംഗീകരിക്കുന്നുകൊണ്ടാണ്. നിങ്ങൾക്ക് ഒരു ഭരണാധികാരിയോട് എതിർപ്പുണ്ടാവാം, ഒരു രാഷ്ട്രത്തിൻ്റെ നയങ്ങളോട് എതിർപ്പുണ്ടാവാം. ഇന്ത്യയും പാകിസ്ഥാനും എടുത്തു നോക്കൂ. നമുക്കറിയാം, പാകിസ്ഥാൻ നമ്മുടെ ഇന്ത്യക്കെതിരായിട്ട് നിരന്തരമായി ഭീകരരെ അഴിച്ചുവിട്ടുകൊണ്ട് നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി പ്രശ്നങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയെ വധിക്കാൻ നമ്മളങ്ങ് തീരുമാനിക്കുമോ? നമ്മൾ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയെ തീരുമാനിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ നടക്കുന്ന എന്താണ്? വാർ ബൈ ഡീക്യാപിറ്റേഷൻ.
അതായത് നമുക്ക് ശത്രുതയുള്ള ഭരണാധികാരി ആവട്ടെ, നമുക്ക് ശത്രുതയുള്ള നേതാവാകട്ടെ, ശാസ്ത്രജ്ഞനാവട്ടെ, ഇവരെല്ലാം കൊന്നൊടുക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയമാണ് ഈ അമേരിക്കയും ഇസ്രായേലും കഴിഞ്ഞ അതുകൊണ്ടാണ് തുടക്കത്തിൽ ലോകനീതി ലംഘനം എന്ന് പറഞ്ഞാൽ എത്രത്തോളം അത് ദീർഘനാൾ നീണ്ടുപോയാൽ ലോകസമാധാനത്തിന് വെല്ലുവിളിയാകുമെന്ന് നോക്കാം. ഞാൻ അങ്ങനെയൊക്കെ എത്താം സാർ. ശ്രീ ജേക്കബ് തരകൻ, ഇവിടെ ഈ യുദ്ധമുഖത്ത് പ്രൊപ്പഗണ്ട വാറുകൾ വിശ്വസിക്കാൻ കഴിയില്ല. ഇപ്പോൾ നേരത്തെ 12 ഡേ വാറിനിടയിൽ ട്രംപ് പറഞ്ഞത് ഇപ്പോൾ എന്താണ്, നദാൻസ് ആക്രമിച്ചു, എന്നിട്ട് കംപ്ലീറ്റ് ഇറാന്റെ ആണവശക്തി കംപ്ലീറ്റ് ഇല്ലാതെ ഒബ്ലിട്രേറ്റർ എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. പിന്നെ ഇന്നും നദാൻസ് വീണ്ടും ആക്രമിക്കുക. അപ്പോൾ അന്നില്ലാതാക്കി പിന്നെന്താണ് ഇപ്പോൾ ആക്രമിക്കുന്നത്? ഇന്ന് ട്രംപ് പറയുന്നത് ഇറാന്റെ പ്രധാന സൈനിക സ്ഥാപനം തകർത്തു, പാമ്പിന്റെ പത്തി തകർന്നു, അവരുടെ മിസൈൽ സംവിധാനങ്ങൾ ഒന്നാകെ തകർത്തു. അങ്ങനെ തകർന്നെങ്കിൽ ഇറാൻ എങ്ങനെയാണ് ഇപ്പോഴും നോൺ സ്റ്റോപ്പ് മിസൈൽ ഡെലിവറി സാധ്യമാവുക? അമേരിക്കൻ, ഇസ്രായേൽ, ഇറാൻ, IRGC അവകാശവാദങ്ങൾക്കപ്പുറം എന്താണ് ആക്ച്വൽ സ്റ്റാറ്റസ് എന്നൊരു ചിത്രം അങ്ങേക്ക് വ്യക്തമാണോ ശ്രീ ജേക്കബ് തരകൻ? ഈ യുദ്ധസമയത്ത് ക്ലെയിംസ് ക്ലൗഡ്, അതായത് ആൾക്കാർ അവകാശങ്ങളും അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് പ്രൊപ്പഗാൻഡ നടത്തുന്നത് വളരെ സാധാരണമാണ്. താങ്കൾ ചോദിച്ചത് ഇപ്പോൾ എന്താണ് ഇസ്രായേൽ അമേരിക്കയ്ക്ക് എതിരെ ഇറാൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഇത് വായിച്ച് കണ്ട് ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ മുറ നോക്കിയിട്ട് എൻ്റെ മനസ്സിൽ കൂടെ പോയത്, ഫെബ്രുവരി 2-ാമത്തെ ആഴ്ച ഇറാൻ ഒരു എക്സസൈസ് ചെയ്തായിരുന്നു. അതിന് മൊസൈക്ക് വാർഫെയർ എന്നൊരു പേര് കൊടുത്തു. അതായത് IRGCയുടെ 31 യൂണിറ്റിനെ അത് 31 ഭാഗിച്ച് ഓരോ യൂണിറ്റിനും ഇൻഡിപെൻഡന്റ് കമാൻഡ് കൊടുക്കുകയായിരുന്നു ആ എക്സസൈസിൽ. അതായത് തെഹ്റാനിൽ നിന്ന് ഓർഡർ കിട്ടാതെ തെഹ്റാനിൽ വല്ലതും സംഭവിച്ചാൽ ഈ ഓരോ IRGC കമാൻഡറിനും, യൂണിറ്റ് ലെവൽ കമാൻഡറിനും, ഈ 31 പ്രൊവിൻസിലുള്ള കമാൻഡറിനും ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്ത് ചെയ്യാനും ഉള്ള അധികാരം കൊടുത്തതായിട്ടാണ് ഞാൻ വായിച്ചറിഞ്ഞത്. അതിന്റെ ഫലമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പം ഈ നടക്കുന്ന അറ്റാക്ക് ഒന്നും എനിക്ക് തോന്നുന്നില്ല തെഹ്റാനിൽ നിന്ന് കോർഡിനേറ്റഡ് ആണെന്ന്. അല്ല, ഞാൻ ചേർത്ത് പറഞ്ഞോട്ടെ. അതായത് ഇന്നിപ്പോ അബ്ബാസ് അറാക്ചിയോട് എന്തുകൊണ്ടാണ് സൗദി അറാംകോ അറ്റാക്ക് വയ്ക്കുമ്പോൾ അതെനിക്കറിയില്ല, IRGCയോട് തീരുമാനം അദ്ദേഹം പറയുന്നത്. അപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ തന്നെയാണ്, തെഹ്റാന്റെ ഡയറക്റ്റ് കൺട്രോൾ ഇപ്പോൾ ഇല്ല അവർക്ക്. കറക്റ്റ് ഇല്ല. അത് ഈ വരാൻ പോകുന്ന സംഭവത്തെ ഇറാന്റെ ഹൈറാർക്കി മുൻകൂട്ടി കണ്ടിരുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്. അവർക്കറിയാമായിരുന്നു ഈ സുപ്രീം കമാൻഡറിനെ അമേരിക്കയും ഇസ്രായേലും ഉന്നം വെക്കുന്നുവെന്ന് അറിയാമെന്ന് കൊണ്ട് തന്നെ അവർ ഈ ഒരു ഡിസിഷൻ എടുത്തു. ഇന്നിപ്പം നേരത്തെ കേണൽ ഡെന്നി പറഞ്ഞതുപോലെ 3 F-15 എയർക്രാഫ്റ്റ് കുവൈത്തിൽ വീണു എന്ന് പറഞ്ഞു. എന്നിട്ട് അമേരിക്കയുടെ ഒരു വാദം അത് ഫ്രണ്ട്ലി ഫയറാണ്. അതായത് കുവൈത്തിന്റെ എയർ ഡിഫൻസ് ആണ് ഈ പ്ലെയിനെ വെടിവെച്ചതെന്ന് അവർ അവകാശപ്പെടുന്നു. പക്ഷേ എൻ്റെ അറിവിൽ ഇപ്പം ഈ കുവൈത്തിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റം അമേരിക്കയുടേതാണ്. അമേരിക്കൻ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ഇലക്ട്രോണിക്സിൽ അവരുടെ എല്ലാ പ്ലെയിനുകളുടെയും സിഗ്നേച്ചർ സ്റ്റോർഡ് ആണ്. ഒരു കാരണവശാലും കുവൈത്തിൽ നിന്നുള്ള അമേരിക്കൻ എയർ ഡിഫൻസ് അമേരിക്കൻ പ്ലെയിന് വെടിവെക്കാൻ ഒക്കത്തില്ല. അത് സാധാരണഗതിയിൽ സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്, എവിടെ നിന്നോ ഏതോ മിസൈൽ ഈ 3 പ്ലെയിനെ പിടിച്ചിട്ടുണ്ട്. അത് കുവൈത്തിന്റെ ആകാൻ ചാൻസ് കുറവാണ്, ആകാം, പക്ഷെ അതിനുള്ള പ്രോബബിലിറ്റി കുറവാണ്. IRGC അല്ലെങ്കിൽ ഇറാന്റെ ഈ ചെതറിപ്പോയിട്ടുള്ള, സംഘടിതമായിട്ട് ചെതറിപ്പോയിട്ടുള്ള അവരുടെ IRGCയും അതുപോലെ തന്നെ മറ്റുള്ള അവരുടെ എലിമെന്റ്സിന്റെയും ആക്ഷനാണ്. ഹാഷ്മി, ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ നാം കാണാൻ പോകുന്നത് ഇതിന്റെ എഫക്റ്റീവ് ഇതാണ്. അതായത് മസ്കിറ്റോ സ്വാം, അതായത് ഈ കൊതുകിന്റെ ഒരു പട വരുന്നത് പോലെ അവിടുന്നും ഇവിടുന്നും കടിക്കും. ഇന്ന് നാം കണ്ടു ഇസ്രായേലിൽ അവിടെ സിനഗോഗിൽ ഒരു മിസൈൽ വീണപ്പോൾ പറയുന്ന ഒരു വാക്തം, ഇന്നസെന്റ് ചിൽഡ്രൻ ഹാവ് ബീൻ കിൽഡ്. എല്ലാ രാജ്യങ്ങളിലെയും സിവിലിയൻസ്, ഇന്നസെന്റ് ചിൽഡ്രൻ, ഇന്നസെന്റ് ലേഡീസ് ആണ്. 150 പിള്ളേർ ഇറാനിൽ മരിച്ചെങ്കിൽ അതിനാർക്ക് സങ്കടം എന്തുകൊണ്ടില്ല എന്ന് ചോദിക്കണം ഇസ്രായേലിനോട്. ഇത് യുദ്ധത്തിന്റെ പരിണാമം എന്താണെന്ന് ഇനി മുമ്പോട്ട് കാണാം. പക്ഷെ ഇത് എന്തിന് ചെയ്തു എന്നുള്ളത് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാം. കാര്യം എന്തായാലും ന്യൂക്ലിയർ വെപ്പന് വേണ്ടി അല്ല എന്ന് ഷുവറാണ്. റെജീം ചേഞ്ച് കൊണ്ട് എന്താണ് അമേരിക്കയ്ക്ക് കിട്ടാൻ പോകുന്നത് എന്ന് നാം ആലോചിക്കണം. ഓക്കെ സാർ.
ഞാൻ അങ്ങനെ കേൾക്കാം. ഈ പറയുന്നത് താങ്കൾ തന്നെ പറയുന്നത് IRGCയുടെ ആദ്യ പ്രതികരണം തന്നെ അതായിരുന്നു, മൊസൈക് ഫോർമേഷനിൽ ഞങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളെ പരാജയപ്പെടുത്തും എന്നുള്ളതാണ്. എനിക്കപ്പോൾ പിടിയിട്ടില്ല, മൊസൈക് എന്താണെന്ന് പിടിയിട്ടില്ല, ഇപ്പോഴാണ് മനസ്സിലായത്. താങ്ക് യു സാർ. ശ്രീ അഷ്റഫ് കടക്കൽ, ഇവിടെ ഇന്നും ഖത്തർ, ഇന്നും ബഹ്റൈൻ, സൗദി അരാംകോ, കുവൈറ്റ്, ഇസ്രായേൽ അവരുടെ നേതാവിനെ കൊന്നു. അതിന് ഇറാന് തിരിച്ചടിക്കാനുള്ള അവകാശം 100% ഉണ്ട്. തിരിച്ചടിച്ചില്ലെങ്കിൽ അവരൊരു രാഷ്ട്രമല്ല. പക്ഷേ യുദ്ധം അടുത്തുകൂടി പോവാത്ത, സമാധാനം മാത്രം ആഗ്രഹിക്കുന്ന, ഇത്ര അടി കിട്ടിയിട്ടും ഞങ്ങൾ തിരിച്ചടിക്കും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രതിരോധിക്കാനുള്ള കരുത്തുണ്ട്, ഞങ്ങൾ റിസർവ് ചെയ്യുന്നു എന്ന് പറയുന്ന രാഷ്ട്രങ്ങൾ എന്ത് പിഴച്ചു? നമ്മുടെ ഒരുപാട് പ്രിയപ്പെട്ട സഹോദരന്മാർ, ഒരുപാട് ബന്ധുക്കൾ, 1 ലക്ഷത്തോളം മലയാളികൾ ചുറ്റുകിടക്കുന്ന സ്ഥലമൊക്കെയാണത്. അവരെന്ത് പിഴച്ചു ശേഷം കൊടുക്കൽ? ഹഷ്മി, ഇതിൽ നമ്മൾ ഈ പെട്ടെന്നുള്ള യുദ്ധ പശ്ചാത്തലത്തിൽ അഭിപ്രായം പറയുന്നതിൽ അർത്ഥമില്ല. ഈ രാജ്യം 1979 വിപ്ലവത്തിന് ശേഷം ജിമ്മി കാർട്ടറിൻ്റെ സമയത്ത് 80 മുതൽ ഉപരോധത്തിലായിരിക്കുന്ന ഒരു രാജ്യമാണ്. ആ ഉപരോധം തുടർന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇറാഖിനെ ആയുധമണിയിച്ചുകൊണ്ട് ഇറാഖ് യുദ്ധം ഉണ്ടായത്. ആ യുദ്ധം അവർ പിടിച്ചു നിന്നു. എന്നിട്ട് മേഖലയിലെ എല്ലാ സുന്നി രാഷ്ട്രങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഇറാനെതിരെയുള്ള രഹസ്യവും, അതായത് ഡയറക്റ്റും ഇൻഡയറക്റ്റുമായിട്ടുള്ള മുന്നണി രൂപീകരണങ്ങളും നയതന്ത്ര നീക്കങ്ങളും ഇറാനെ ക്ഷയിപ്പിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും നടത്തി. അതും ഇറാൻ അതിജീവിച്ചു എന്നുള്ളതാണ്. ആ കാലഘട്ടത്തിലാണ് ഇറാൻ്റെ ഭരണഘടനയിൽ അവരെഴുതി ചേർക്കുന്നത്, ലോകത്തിലുള്ള എല്ലാ മർദ്ദിത ജനസമൂഹങ്ങൾക്ക് വേണ്ടിയും നിലനിൽക്കേണ്ടത് ഞങ്ങളുടെ മതപരമായ ബാധ്യതയാണ് എന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് ഫലസ്തീൻ ജനതയുടെ സംരക്ഷണം ഞങ്ങളുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ്, വിശ്വാസപരമായ ഉത്തരവാദിത്തം മാത്രമല്ല ഭരണഘടനാപരമായ ഉത്തരവാദിത്തം കൂടിയാണ് എന്ന് അവർ തീരുമാനിച്ചത്. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ അവിടെ കാണേണ്ട വേറൊരു സംഗതിയുണ്ട്. പശ്ചിമേഷ്യയിൽ ഡിഫൻസ് മെക്കാനിസം ഡെവലപ്പ് ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അതിലേറ്റവും ശക്തമായി ഉയർന്നു വന്നത് ഇറാഖാണ്. ഇറാഖിൻ്റെ കാര്യത്തിൽ റജീം ചേഞ്ച് അമേരിക്ക പറഞ്ഞു, അഫ്ഗാനിസ്ഥാൻ്റെ കാര്യത്തിൽ റജീം ചേഞ്ച് പറഞ്ഞു, ലിബിയയുടെ കാര്യത്തിൽ റജീം ചേഞ്ച് പറഞ്ഞു. 2001 റജീം ചേഞ്ചിൻ്റെ പേര് പറഞ്ഞ് അഫ്ഗാനിസ്ഥാൻ ഇൻവേഷൻ നടത്തി. അഫ്ഗാനിസ്ഥാൻ ഇൻവേഷൻ നടത്തിയിട്ട് 2 ദശകങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ എന്താണ് നടന്നത് എന്ന് അതിൻ്റെ ചരിത്രം നമുക്ക് വളരെ വിശദമായി അറിയാമല്ലോ. നമ്മളും ഈ ഫ്ലോറിലിരുന്ന് ഒരുപാട് ചർച്ച നടത്തിയിട്ടുണ്ട് ഈ അഫ്ഗാൻ വാർ സംബന്ധിച്ച്, അമേരിക്ക ഇൻവേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങൾ. പക്ഷേ ഈ 2023 എന്ത് സംഭവിച്ചു? അവരെ ആരെ പുറത്താക്കാൻ ശ്രമിച്ചോ അവർ തന്നെ വീണ്ടും അവിടെ ഭരണകൂടം സ്ഥാപിക്കുന്നു. പക്ഷേ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും മുച്ചൂടും തകർന്നു. ഇനി 2003 ഇറാഖിലെ റജീം ചേഞ്ച് എന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യുന്നത്. 1 മില്യൺ ജനതയാണ് കൊന്നൊടുക്കിയത്. എന്നിട്ട് അവിടെയും ആഭ്യന്തര പ്രശ്നങ്ങൾ, ഒരു ഭരണകൂടത്തെ വീണ്ടും സ്ഥാപിക്കുന്നു, അതിനെ വീണ്ടും നിഷ്കാസനം ചെയ്യുന്നു, അവർക്ക് താല്പര്യമുള്ള മറ്റൊരു ഭരണകൂടത്തെ കൊണ്ടുവരുന്നു, സുന്നി എന്ന് പറയുന്നു, ഷിയ എന്ന് പറയുന്നു, ആ അന്തസംഘർഷങ്ങൾ വീണ്ടും വീണ്ടും പെരുപ്പിക്കുന്നു. പക്ഷേ ആത്യന്തികമായി എന്താണ് സംഭവിച്ചത്? ഇറാഖ് എന്ന മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ്റെ ഏറ്റവും മഹത്തായ പാരമ്പര്യമുള്ള, 5000-ലധികം പാരമ്പര്യമുള്ള, ഏറ്റവും അധികം ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്ന, ഏറ്റവും അധികം സയൻറ്റിസ്റ്റുകൾ ഉണ്ടായിരുന്ന, ഏറ്റവും അധികം കവികൾ ഉണ്ടായിരുന്ന, ഏറ്റവും വലിയ ബുദ്ധിജീവികൾ ഉണ്ടായിരുന്ന ഇറാൻ എന്ന് പറയുന്നൊരു രാഷ്ട്രവും, ഇറാഖ് എന്ന് പറയുന്നൊരു രാഷ്ട്രവും ആ ഒരു സമൂഹവും ഒന്നുമല്ലാതായ അവസ്ഥ. ഇന്ന് ആ രാജ്യത്തിൻ്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. 2011 റജീം ചേഞ്ച് എന്ന് പറഞ്ഞ് ലിബിയയിൽ ഇടപെട്ടു. ലിബിയയുടെ ഇപ്പോഴത്തെ അവസ്ഥയും നമുക്കറിയാമല്ലോ. പക്ഷേ ഈ ലിബിയയിലും ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഇടപെട്ടതുപോലൊരു റജീം ചേഞ്ച് ഇറാനിൽ സാധ്യമല്ല. ഇറാനിൽ സാധ്യമല്ല എന്ന് ഇറാൻ വാർ സ്ട്രാറ്റജിയിൽ മറ്റ് രാജ്യങ്ങൾ എടുക്കുന്ന സമീപനമല്ല എടുക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇസ്രായേൽ ടാർഗറ്റിനെ അറ്റാക്ക് ചെയ്യുന്നതിനേക്കാൾ ഗൾഫ് മേഖലയിലെ GCCയിലെ അമേരിക്കൻ താവളങ്ങളും ഇനി അല്ലാത്ത സ്ഥലങ്ങളും അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ മേഖലയുടെ എക്കണോമിക് സ്റ്റെബിലിറ്റിക്ക് തകരാറ് സംഭവിച്ചാൽ അത് ബിസിനസ്സിൽ എപ്പോഴും കണ്ണുവെച്ചിട്ടുള്ള അമേരിക്കൻ ഭരണകൂടത്തിന്, പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപിന്, അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത, ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ്. ഒരു പക്ഷേ ഞങ്ങൾ മുങ്ങുന്നെങ്കിൽ ഞങ്ങളോടൊപ്പം എല്ലാവരും മുങ്ങട്ടെ എന്ന ഒരു തത്വമായിരിക്കും ഒരുപക്ഷെ ഇറാൻ അതല്ലാതെ മറ്റു മാർഗമില്ല. ഇവിടെ ഈ ലോകത്തിൻ്റെ ഏറ്റവും ക്രൂരമായ നിസ്സംഗതയെക്കുറിച്ച് നമ്മൾ ആലോചിക്കാതിരുന്നിട്ട് കാര്യമില്ല. ഒരു രാജ്യം നമ്മുടെ കൺമുന്നിൽ കണ്ടതാണ്.
ബെഡ്റൂമിൽ കിടന്നുറങ്ങുന്ന ഭരണാധികാരിയെയും ഭാര്യയെയും രാഖി രാമാനം പൊക്കിയെടുത്ത് തൻ്റെ നാട്ടിൽ കൊണ്ടുവന്ന് ചങ്ങലയിട്ട് പ്രദർശിപ്പിച്ച് ജയിലിലടയ്ക്കുന്നു. ലോകത്ത് ആരെങ്കിലും അതിനെതിരെ ശബ്ദിച്ചോ? ഇപ്പൊ ജേക്കബ് സാർ ചോദിച്ചല്ലോ, എന്തിനു അറ്റാക്ക് ചെയ്തു? ആർക്കും ഉണ്ടായില്ല, ഐക്യരാഷ്ട്രസഭയില്ല, ആരുമില്ല. മഡൂറോടെ ചോദിക്കുന്നില്ല, അദ്ദേഹത്തെ ഭാര്യയോടെ ചോദിക്കുന്നില്ല. എന്നാ പകരം സ്ഥാപിച്ച പാവഭരണം ഉടൻ ട്രംപ് പറയുന്ന പോലെ ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറയുമ്പോൾ ചാടുന്നുണ്ട്. ഇറാനെ എന്തിന് അറ്റാക്ക് ചെയ്തു എന്ന് ചോദ്യം. ഇപ്പൊ നമ്മുടെ പാനലിലിരുന്ന് തന്നെ രണ്ടുപേര് ചോദിച്ചു, എന്താണ് ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള നമ്മുടെ കോമൺ സെൻസിനെ ദഹിക്കുന്ന ഒരു ഉത്തരം ആർക്കെങ്കിലും പറയാൻ കഴിയൂ? എന്ത് അപരാധമാണ് ഇറാൻ ഇപ്പോൾ ചെയ്തത്? ഒമാൻ മീഡിയേഷനിൽ എല്ലാത്തരം കണ്ടീഷൻസും അംഗീകരിച്ചുകൊണ്ട് സമാധാനത്തിലേക്ക് പോവും. ഒരു പക്ഷേ ആ സമാധാനത്തിലേക്ക് പോകാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ജൂണിലും 12 ദിവസം നീണ്ടുനിന്ന യുദ്ധം നടന്നത്. അന്നും ഇതുപോലെ തന്നെ ഖത്തറിന്റെ മീഡിയേഷനിൽ ചർച്ച നടക്കുന്നു, ആ ചർച്ച പുരോഗമിക്കുന്നു. ആ ചർച്ച ഒരു ശുഭപര്യവസാനിയിൽ എത്തും എന്ന് കണ്ടപ്പോൾ അവിടെ ബെഞ്ചമിൻ നെതന്യാഹു ഇടപെടുന്നു. ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇവരെല്ലാം സ്റ്റേജിൽ ആടിത്തിമിർക്കുകയാണ്. ഇതിൻ്റെ എല്ലാം സംവിധായകൻ ബെഞ്ചമിൻ നെതന്യാഹു എന്ന രക്തരക്ഷസാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ 16 വർഷത്തെ ഭരണം എന്ന് പറയുന്നത് ആ മേഖലയെ അസ്ഥിരപ്പെടുത്തുന്നു മാത്രമല്ല, ചരിത്രത്തിൽ കണ്ടുകേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള മനുഷ്യത്വ വിരുദ്ധമായ മനുഷ്യക്കുരുതിയുടെ ജിനോസൈഡിൻ്റെ പുതിയ അധ്യായങ്ങൾ അദ്ദേഹം വിരചിച്ചുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആഭ്യന്തരമായ ആ സുരക്ഷിതത്വവും കേസുകളും ജയിലിലടയ്ക്കപ്പെടാനുള്ള സാധ്യതയും മറികടക്കാൻ വേണ്ടി കുരുതി കൊടുക്കപ്പെട്ടത് ഏതാണ്ട് 80,000-ഓളം ഗസയിലെ ജനങ്ങളല്ലേ? അതിലേതാണ്ട് 50,000-ന് മുകളിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളുമല്ലേ? ഇതൊക്കെ ആരുടെയെങ്കിലും മനസ്സിലുണ്ടോ? ഇപ്പം തന്നെ നമ്മൾ ഇവിടെ ഹാഷ്മി പറഞ്ഞു 160-ലധികം കുട്ടികൾ, അത് പ്രിലിമിനറി സ്കൂളാണ്. ആ സ്കൂളിലെ കുട്ടികളും LP സ്കൂളിലെ കുട്ടികളും അധ്യാപകരും അതുപോലെ തന്നെ വോളിബോൾ കളിച്ചുകൊണ്ടിരുന്ന സ്ത്രീകൾ എന്തിന് ഗാന്ധി എന്ന പേരിട്ടിട്ടുള്ള ഒരു ഹോട്ടലാണെന്ന് ഇറാനിൽ നിന്ന് തകർക്കപ്പെട്ടു. ഹോസ്പിറ്റൽ അത് തകർക്കപ്പെട്ടു. ഇന്ത്യയിൽ പോലും വാർത്തയല്ലാത്തൊരു സാഹചര്യമാണ്. മനസ്സിലാകുന്നില്ല ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത്. ഒരു ഭ്രാന്തൻ ഭരണകർത്താവിൻ്റെ ആ മനസ്സിൽ തോന്നുന്ന ഒരുതരം ഹലൂസിനേഷനും മറ്റ് വിഭ്രാന്തികളും ഈ ലോകത്തെ തന്നെ എവിടെ കൊണ്ട് എന്ന് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതൊന്നും നമ്മളെ ആരെയും അലട്ടുന്നില്ല, ലോക നേതാക്കന്മാരുടെ പ്രശ്നമായി മാറുന്നില്ല. GCCയുടെ പ്രസ്താവനയിൽ ഇത് കാണുന്നില്ല, OICയുടെ അറബ് ലീഗിൻ്റെ പ്രസ്താവനയിൽ പോലും ഇതൊന്നും കാണുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഭരണാധികാരി ഇതിനെല്ലാം ആവേശം പകർന്നുകൊണ്ട് അവിടെ പോകുന്നു, അവിടുത്തെ പാർലമെന്റിൽ ആവേശത്തോടെ പ്രസംഗിക്കുന്നു, ഫാദർലാൻഡ് എന്ന് പ്രഖ്യാപിക്കുന്നു. മദർലാൻഡും ഫാദർലാൻഡും ഒരുമിച്ച് പോകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊരു വല്ലാത്ത ലോകം തന്നെ. ഈ ലോകം ഡൂംസ് ഡേയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല സത്യത്തിൽ. ആ രാഷ്ട്രങ്ങളെ എന്താണ് ഏതെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻ ഇല്ലാതെ തെമ്മാടി രാഷ്ട്രങ്ങളിൽ നിന്ന് വിളിച്ച് ഒറ്റ രാഷ്ട്രീയ നേതാവ് കേരളത്തിലുള്ളൂ, അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ശ്രീ നിർമ്മൽ അബ്രഹാം, ഇവിടെ ആയത്തുള്ള അലി ഖൊമനയെ കൊന്നു, ദേശീയ പ്രതിരോധ കൗൺസിൽ നേതാവ് അലി സംഘാനിയെ കൊന്നു, IRGCയുടെ മേധാവി മുഹമ്മദ് പാക്പോറിനെ കൊന്നു, പ്രതിരോധ മന്ത്രി അസീദ് നസീർസാദെ കൊന്നു, സായുധ സേന ചീഫ് ഓഫ് സ്റ്റാഫിന്റെ സയ്യിദ് അബ്ദുറഹീം മൂസവിയെ കൊന്നു, അവിടെ മിലിറ്ററി ബ്യൂറോയുടെ മുഹമ്മദ് ഷിറാസി, ഇന്റലിജൻസ് മേധാവി സലാഹ് ആസാദി, നൂതന ആയുധ പദ്ധതിയുടെ മേധാവി ഹസൻ ജബൽ അമേലിൻ എന്ന 3 പേരെ കൊന്നുവെന്ന് പറയുന്നു. അത് തെറ്റാ വഴിയില്ല എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രത്തിന്റെ നേതൃത്വത്തെ, സൈനികവും രാഷ്ട്രീയമായ നേതൃത്വത്തെ ഒന്നടങ്കം വൈപ്പൗട്ട് ചെയ്തു. ആ വൈപ്പൗട്ട് ചെയ്തതിന് ശേഷവും നേരത്തെ എന്താണോ പ്ലാൻ ചെയ്തത് ആ പ്ലാൻ പ്രകാരം തന്നെ ഈ അമേരിക്കൻ എയർബേസുകളിലേക്ക് ഇത് നേരത്തെ ആ 12 ഡേ വാറിൽ ഇറാൻ ഇതുപോലെ ആക്രമിച്ച് തിരിച്ചടിക്ക് ഒരു 5 ദിവസങ്ങൾ എടുത്തു. ഇതങ്ങനെയല്ല. നേരത്തെ ശ്രീ ടിന്നി പറഞ്ഞതുപോലെ ഖമനയുടെ അസാസിനേഷൻ നടക്കുമ്പോഴും വിത്തിൻ മണിക്കൂറുകൾ 6-7 രാജ്യങ്ങളിൽ ഇറാൻ തിരിച്ചടി തുടങ്ങി. അതവരുടെ മിലിറ്ററി റെഡിനെസ് കാണിക്കുന്നതല്ലേ? ഈ പറയുന്നത് പോലെ പെട്ടെന്നങ്ങ് റജീം മാറ്റിക്കളഞ്ഞേക്കാം എന്ന് നടക്കുന്നതാണോ നിർമ്മൽ അബ്രഹാം? അല്ല, റെജീം ചേഞ്ച് ഈസിലി പോസിബിൾ അല്ല എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞിരുന്നു. കാരണം നേരത്തെ പറഞ്ഞ പാനലിസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഈ 4 കേസിലും വെനിസ്വേല ഉൾപ്പെടെ ഇറാഖും അഫ്ഗാനിസ്ഥാനും ലിബിയയും വെനിസ്വേലയും എടുത്ത് നോക്കുമ്പോൾ എല്ലായിടത്തും ലിബിയ ഒഴിച്ച് എല്ലായിടത്തും ഗ്രൗണ്ട് ഇൻവേഷൻ നടന്നിട്ടുണ്ട്. സൈനികർ കാലുകുത്തിയാണ്
അവിടെ ഇഷ്ടംപോലെ സൈനികർ ചെന്ന് ഇൻഫാക്റ്റ് ആദ്യമൊക്കെ അമേരിക്ക ഡിഫാക്റ്റോ ഗവൺമെൻറ്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടാണ് അവിടെ റെജീം ചേഞ്ച് ക്രിയേറ്റ് ചെയ്തത്. ഇറാനിൽ അത് പോസിബിൾ അല്ലാത്തതിൻ്റെ കാരണവും നമുക്കറിയാം. കാരണം മദൂരോ എടുത്തു മാറ്റിയതുപോലെ ഒറ്റൊരാളെ എടുത്തു മാറ്റിയാൽ തീരുന്നതല്ല ഇറാൻ്റെ ഒരു ഹൈറാർക്കി അല്ലെങ്കിൽ സ്ട്രക്ചർ. താഴെയുള്ള സെക്യൂരിറ്റി കൗൺസിലും എക്സ്പേർട്ട് കൗൺസിലും IRGCയും അവരെ സഹായിക്കാനുള്ള ബാസിജ് മിലിഷ്യയും ഒക്കെ നമുക്കറിയാം. കൂടാതെ 8 ലക്ഷത്തോളം വരുന്ന മിലിറ്ററിയും ഉണ്ട്. അപ്പം അത്ര എളുപ്പമല്ല എന്നുള്ളത് വ്യക്തമാണ്. പിന്നെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ അത് ഓരോരുത്തരെയായിട്ട് ടേക്ക് ഔട്ട് ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ പതിവ് ബ്ലൂ പ്രിൻ്റാണ്. നമ്മൾ അവരുടെ ഏത് യുദ്ധം എടുത്താലും, ഇപ്പോൾ ഹെസ്ബുള്ളയായിട്ട് നടത്തിയ യുദ്ധമാണെങ്കിലും ഹമാസുമായിട്ട് നടത്തിയ യുദ്ധമാണെങ്കിലും അവരുടെ കൃത്യമായ ബ്ലൂ പ്രിൻ്റ് അവർ ഇവിടെയും ഫോളോ ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. അതായത് ഒന്ന്, ഒരു വശത്ത് ഓരോ ലീഡറിനെയും അസാസിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ സുപ്രീം ലീഡറിനെ അസാസിനേറ്റ് ചെയ്തു. അതിൻ്റെ പിന്നാലെ വരുന്ന ആളുകളെ ഏത് രീതിയിലായിരിക്കും ചെയ്യുന്നതെന്നുള്ളത് ഹമാസുമായിട്ടുള്ള യുദ്ധം എടുത്ത് നോക്കിയാൽ നമുക്കറിയാം. കാരണം ആദ്യം ഇസ്മായിൽ ഹനിയെ വധിച്ചു, അതിന് പിന്നിൽ യാഹ്യ സിൻവർ വന്നപ്പോൾ യാഹ്യ സിൻവറിനെ വധിച്ചു, അതിൻ്റെ പുറകെ മുഹമ്മദ് സിൻവർ വന്നപ്പോൾ അദ്ദേഹത്തെ വധിച്ചു, അതിൻ്റെ പുറകെ മുഹമ്മദ് ഡയഫ് വന്നപ്പോൾ അദ്ദേഹത്തെ വധിച്ചു. അങ്ങനെ ഓരോ ലീഡറും ലീഡറാകാൻ പ്രിപ്പയർ ചെയ്യുന്നവരെ സഹിതം വധിച്ചു കളഞ്ഞുകൊണ്ടൊരു ഭീതി പടർത്തുക എന്നുള്ളതാണ് ഒരു വശത്ത് ഇസ്രായേൽ ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇസ്രായേലും അമേരിക്കയും കൂടെ സംയുക്തമായിട്ട്. മറുവശത്ത് ഇപ്പോൾ നേരത്തെ ഇറാൻ്റെ പല കാര്യങ്ങളും ഇറാനൊരു ഡ്രോബാക്ക് ഉണ്ട്. ഈ പറഞ്ഞ പോലെ എയർഫോഴ്സ് ആണെങ്കിലും എയർ ഡിഫൻസ് ആണെങ്കിലും അത്ര അഡ്വാൻസ്ഡ് ഒന്നുമല്ല. പക്ഷേ മിസൈൽസിൻ്റെ കാര്യത്തിലും ബലിസ്റ്റിക് മിസൈൽസിൻ്റെ കേസിലും ഡ്രോണുകളുടെ കേസിലും അവർക്ക് ഒരു ചെറിയ രീതിയിലാണെങ്കിലും അഡ്വാൻസ്ഡ് ആയിട്ട് സെൽഫായിട്ടുള്ള പ്രൊഡക്ഷൻ ഉണ്ട്. ഡ്രോൺസിൻ്റെ കേസിൽ മിസൈൽസ് ആണെങ്കിൽ 10,000-2,500 ഉണ്ട്. പക്ഷേ അവിടെയും ഇസ്രായേൽ ശ്രമിക്കാൻ പോകുന്നത് ഹെസ്ബുള്ളക്കെതിരെയുള്ള യുദ്ധത്തിൽ നമ്മൾ കണ്ട പോലെ മിസൈൽ ലോഞ്ചേഴ്സും റോക്കറ്റ് ലോഞ്ചേഴ്സും എയിം ചെയ്ത് തകർക്കുക എന്നുള്ളതായിരിക്കും ലക്ഷ്യം. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ കയ്യിൽ വെടിയുണ്ടയുണ്ട്, പക്ഷേ വെടിവെക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യത്തിലോട്ട് ഇറാൻ പോയേക്കാം. പക്ഷേ അപ്പോഴും അവർക്ക് സഹായമായിട്ട് നിൽക്കുന്ന ഡ്രോണുകളാണ്. പലതരം ഡ്രോണുകൾ അവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. കൃത്യമായ കണക്ക് പോലും നമുക്കറിയില്ല. ഇപ്പോഴും മാനുഫാക്ചർ ചെയ്യുന്നുണ്ടാവാം. കാരണം അവർക്ക് അതിൻ്റെ സെൽഫ് പ്രൊഡക്ഷൻ കേപ്പബിലിറ്റി ഉണ്ട്. ഈ ഡ്രോണുകളാണ് നമ്മൾ ഈ പറഞ്ഞ പല ഗൾഫ് രാജ്യങ്ങളിലും കെട്ടിടങ്ങളിലും ഉൾപ്പെടെ വന്നിടിച്ചത്. അവർക്ക് പലതരത്തിലുള്ള സൂയിസൈഡ് ഡ്രോണുകൾ, പ്രിസിഷൻ സ്ട്രൈക്കിനുള്ള ഡ്രോണുകൾ, സർവൈലൻസ് ചെയ്യാനുള്ള ഡ്രോണുകൾ, ഇതെല്ലാം ഉള്ളപ്പോൾ പിടിച്ചു നിൽക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഇറാൻ ഉണ്ടെന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഇവിടെ സമ്മർദ്ദം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു തരത്തിൽ ഇപ്പം അഡീഷണൽ ആയിട്ടൊരു സമ്മർദ്ദം വേണമെങ്കിൽ ഇറാൻ ചെയ്യാൻ ശ്രമിക്കാവുന്നൊരു കാര്യം, അതൊരു പക്ഷേ ഗൾഫിലുള്ള ആളുകൾക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആയിരിക്കും. അതായത് US എംബസി പറഞ്ഞു കഴിഞ്ഞു ബെർലിനിൽ ഓൾറെഡി. അതായത് ഒരു ടെറർ അറ്റാക്കിനുള്ള സാധ്യത, അതിൻ്റെ കൊളാറ്ററൽ ഡാമേജ് ആയിട്ട് ഒരു പക്ഷേ അവിടെ താമസിക്കുന്ന മറ്റുള്ളവരെയും ബാധിച്ചേക്കാം. അതിനൊരു ഉദാഹരണമായിട്ട് ഇപ്പോൾ ദുബായ് ഒരു എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ 90% ആൾക്കാരും അവിടുത്തെ റെസിഡൻസ് അല്ല, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നവരാണ്, ഇന്ത്യക്കാർ ഉൾപ്പെടെ. ദുബായിലും അല്ലെ പ്രത്യേകിച്ച് UAയിലും ദുബായിലും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2.5 ലക്ഷത്തോളം ബ്രിട്ടീഷ് സിറ്റിസൺസ് ഉണ്ട്, 50,000-ഓളം US സിറ്റിസൺസ് ഉണ്ട്, അല്ലെ അമേരിക്കക്കാരുണ്ട്. ഇവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ടെററിസ്റ്റ് അറ്റാക്ക് ഏതെങ്കിലും ഒരു പബ്ലിക് സ്ഥലത്ത്, ചിലപ്പോൾ ഹോട്ടലുകളാകാം, മോളുകളാകാം, പബ്ലിക് പാർക്കുകളാകാം, അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളാകാം, അങ്ങനെ ഒരു ആക്രമണം അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അത് വലിയൊരു ഡ്രോബാക്ക്, ഒരു സെറ്റ് ബാക്ക് ആയിരിക്കും അമേരിക്കയ്ക്ക്. ഇതിനുള്ള സൂചന എന്ന് തോന്നാൻ കാര്യം ഓൾറെഡി UK അവരുടെ സിറ്റിസൺസിനെ അവിടുന്ന്, ബ്രിട്ടീഷുകാരെ അവിടുന്ന് തിരിച്ചു കൊണ്ടുപോകാനുള്ള പ്ലാനുകൾ തുടങ്ങിക്കഴിഞ്ഞു. അമേരിക്ക അവർക്ക് ഡയറക്റ്റീവും കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഞങ്ങൾ പോകുന്നതിന് മുമ്പ് അഷ്റഫ് കടകിൽ പറഞ്ഞതിന് വേണമെങ്കിൽ മറുപടി പറഞ്ഞു പോയിക്കോളൂ. അതായത് ഇപ്പോൾ എന്താണ് ഈ ഇസ്രായേൽ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതാണ് ഈ അറ്റാക്ക് എന്ന് പറയുന്നുണ്ട്. ഇസ്രായേൽ അമേരിക്ക പെട്ടെന്ന് പ്ലാൻ ചെയ്യുന്നതല്ല എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിലേക്ക് പോകുമ്പോൾ അവരുടെ നെസറ്റിൽ സംസാരിക്കുന്ന സമയത്തൊക്കെ ഈ ആക്രമിക്കുന്ന പ്ലാനിങ്ങിലാണ്. ആ പ്ലാനിങ്ങിൽ പ്രധാനമന്ത്രിയെ ക്ഷണിച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് ഒരു മേജർ ഡിപ്ലോമാറ്റിക് തെറ്റാണ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകരുണ്ട്. അത് ഒഴിവാക്കേണ്ട ഒരു ഇസ്രായേൽ പോക്കായിരുന്നു അത് ശ്രീഡിന്നി? നോക്കൂ ശ്രീ ഹാഷ്മി, ഇത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതെന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ പ്ലാനിങ് തുടങ്ങിയത് 7 ഒക്ടോബർ 2023 തൊട്ടാണ്. അന്നാണ് ഹമാസ് എന്നുള്ള ഭീകരവാദികൾ ഇസ്രായേലിൽ കയറിയിട്ട് അവർ 1000-ന് മുകളിലുള്ള ആളുകളെ വധിച്ചത്. അന്ന് ഇസ്രായേൽ കുറിച്ചിട്ടതാണ് ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തീസ് എല്ലാ നേതാക്കന്മാരെയും ചെയ്യും, അവരെ ഇല്ലാതാക്കും. അതുപോലെ തന്നെ ഇറാനിൻ്റെ സുപ്രീം ലീഡറിനെ അവർ ഇല്ലാതാക്കുമെന്ന് അന്ന് അവർ തീരുമാനിച്ചതാണ്. അപ്പോൾ ആ പ്ലാനിങ് അന്ന് തൊട്ട് തുടങ്ങിയതാണ്. നോക്കൂ, എന്നെ സംബന്ധിച്ചോളം ശരി, ഭാരതത്തിനെ സംബന്ധിച്ചോളം ശരി, ഇസ്രയേലും ഇറാനും രണ്ടുപേരും നമുക്ക് സുഹൃത്ത് രാജ്യങ്ങളാണ്. ഇസ്രയേൽ നമ്മളെ പല കാര്യത്തിലും നമ്മളെ കൂടെ നിന്നിട്ടുള്ള രാജ്യമാണ്, പല കാര്യത്തിലും നമുക്ക് സഹായം ചെയ്തിട്ടുള്ള രാജ്യമാണ്. ഇറാനുമായിട്ട് നമ്മൾ സിവിലൈസേഷൻ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു പക്ഷത്തിന് മാത്രം വെള്ളം പൂശുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. ഇവിടെ തന്നെ നേരത്തെ ശ്രീ അഷ്റഫ് പറഞ്ഞ പോലെ ഇപ്പം ശ്രീ അഷ്റഫ് പറഞ്ഞു എന്തൊക്കെ രീതിയിലാണ് ഈ ലോകം പോകുന്നതെന്ന്. ഞാൻ അങ്ങേടുത്ത് ചോദിക്കുന്നത്, അഫ്ഗാനിസ്ഥാനിലേക്ക് പാകിസ്ഥാൻ ഇപ്പം കഴിഞ്ഞ ആഴ്ച വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയിരുന്നു. 100ഓളം കുട്ടികളും അവിടെയും 100ഓളം സിവിലിയൻസ് ഒക്കെ കാഷ്വാലിറ്റീസ് ഉണ്ടായിരുന്നു. നമ്മളെ കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഒരു ചെറു വിരലെങ്കിലും പൊക്കിയിരുന്നു അതിനകത്ത് വേണ്ടി? എന്തുകൊണ്ടാണ്? അവിടെ മനുഷ്യരല്ലേ.
അത് പക്ഷേ ഇവിടെ വരുമ്പോൾ മാത്രം എന്താണ് ഇങ്ങനെ ഒരു കാര്യം വരുന്നത്? അതാണ് പറഞ്ഞത്, സെലക്റ്റീവ് ആയിട്ടുള്ള നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. നമുക്ക് ഇറാനിൽ നമുക്ക് സാമ്പത്തിക താല്പര്യമുണ്ട്. നമ്മുടെ ചബഹാർ തുറമുഖം കിടക്കുന്നു, നമ്മൾ ഒരുപാട് കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇറാൻ താങ്കൾ പറഞ്ഞ സിവിലൈസേഷനായിട്ടും അല്ലാതെയും ഒക്കെ നമുക്ക് വേണ്ടപ്പെട്ട രാജ്യം കൂടിയാണ് ഇറാൻ. അവിടുത്തെ പരമോന്നത നേതാവിനെ ഒരു അതെ ഞാൻ പറഞ്ഞു പെട്ടെന്ന് കൊന്നു കളഞ്ഞിട്ട് നമ്മുടെ രാജ്യം അതിൽ സമാധാനം കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾക്ക് ഇസ്രായേലും ഇറാനും ഒരുപോലെയാണെന്ന് പറയാൻ പറ്റില്ല. അഫ്ഗാനിസ്ഥാൻ നമുക്ക് അതിലും വേണ്ടപ്പെട്ടതാണ്. ഏറ്റവും വലിയ സുഹൃത്ത് രാജ്യമാണ് നമ്മുടെ അഫ്ഗാനിസ്ഥാൻ. നമുക്ക് അതിലും വേണ്ടപ്പെട്ട രാജ്യമാണ്. താങ്കൾ പറയായിരുന്നു ഇസ്രായേലും ഇറാൻ നമുക്ക് ഒരുപോലെയാണ് എന്ന് പറയുകയാണ്. ഒരുപോലെയാണെങ്കിൽ ഇറാന്റെ ഒരു നേതാവിനെ കൊന്നാൽ നമ്മൾ അതിൽ ഞെട്ടൽ രേഖപ്പെടുത്തണം, അല്ലെങ്കിൽ അതിനെ അപലപിക്കണം. നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഇല്ല, ഞെട്ടൽ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഞെട്ടൽ രേഖപ്പെടുത്തിയ GCC കൺട്രീസ് ഒന്ന് പേര് പറയാമോ? ഏതെങ്കിലും ഒരു സൗദി അറേബ്യ ഞെട്ടൽ രേഖപ്പെടുത്തിയോ? UAE ഞെട്ടൽ രേഖപ്പെടുത്തിയോ? വേറെ ഏതെങ്കിലും ഒരു GCC രാജ്യം? താങ്കൾ തന്നെ പറയുകയായിരുന്നു ഇസ്രായേൽ ഇറാൻ നമുക്ക് ഒരുപോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചാണ്. അല്ല, ഇസ്രായേൽ ഇറാൻ നമുക്ക് ഒരുപോലെ അല്ലിപ്പോ. അതല്ലേ നമ്മൾ ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ഇക്വൽ ഡിസ്റ്റൻസ് സ്റ്റാൻഡ് തന്നെ എടുത്ത് നമ്മൾ ഇറാനിനെ കൂടെ നിൽക്കുകയോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ കൂടെ നിന്നില്ല. നമ്മൾ UAE കൂടെ നിൽക്കുന്നുണ്ട്. UAE കാര്യത്തിൽ നമ്മൾ അപലപിച്ചിട്ടുണ്ട്. കാരണം എന്താണ്, UAE നമ്മളുമായിട്ട് വലിയൊരു ബന്ധമുണ്ട്. അതുപോലെ തന്നെ ബഹ്റൈനെ നമ്മളിന്ന് വിളിച്ച് നമ്മൾ അപലപിച്ചു. അതായത് ഈ ചെയ്യുന്നത് കാരണം എന്തുകൊണ്ടാണ്, UAE ബഹ്റൈൻ ഒന്നും ഈ യുദ്ധത്തിന്റെ ഭാഗമല്ല. ഇസ്രായേലിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യാം. ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്തു, തിരിച്ച് ഇറാൻ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തിട്ട് അതിനകത്ത് പ്രശ്നമില്ല. UAE എന്ത് പഴിച്ചു, ബഹ്റൈൻ എന്ത് പഴിച്ചു, കുവൈറ്റ് എന്ത് പഴിച്ചു, അതിനാണ് നമ്മളെ പ്രശ്നം. അവിടാണ് നമ്മൾ ആ ഒരു സ്റ്റാൻഡ് എടുത്തേക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ വേറെ നമ്മൾ വെറും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള രീതിയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരു വശത്തേക്ക് മാത്രമായിട്ട് വെള്ളം പൂശാനോ അല്ലെങ്കിൽ ഒരു വശത്തേക്ക് മാത്രമായിട്ട് ഒരു ശത്രുപക്ഷത്ത് നിർത്തേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ സാർ, താങ്ക് യു ശ്രീ CS ടിന്നി. ശ്രീ ജോസഫ് ആന്റണി നേരത്തെ ജേക്കബ് തരകൻ അദ്ദേഹത്തിന്റെ സംസാരത്തിനൊടുവിൽ പറഞ്ഞു നിർത്തിയത് എന്തിനായിരുന്നു ആ യുദ്ധം? ഇപ്പോൾ അവിടുത്തെ റെജീം ചേഞ്ച് കൊണ്ട് അമേരിക്കയ്ക്ക് എന്താണ് ഇപ്പോൾ ഒരു പ്രത്യേക ഗുണം? അവിടെ ഈ പറയുന്ന ഖമനയോ റെജീം ചേഞ്ചോ സാധ്യമാക്കണമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഖമനയെ കൊല്ലണമായിരുന്നെങ്കിൽ അമേരിക്കയ്ക്ക് നേരത്തെ കൊല്ലാമായിരുന്നു. അമേരിക്കയ്ക്ക് അതിനുള്ള കഴിവില്ലാത്ത രാജ്യമൊന്നുമല്ല. ഇത്രയും ഇപ്പോൾ ഖമനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ, ഈസിയായിട്ട് കൊല്ലാമായിരുന്നു. ഇപ്പോൾ കുറച്ച് ഈ പറഞ്ഞ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്ത കൊല്ലാം. എന്തിനാണ് അപ്പോൾ അതും ഒരു വിജയകരമായ ചർച്ചയുടെ നടുക്ക് US കോൺഗ്രസിനെ അറിയിക്കാതെ അവിടെ വലിയ എതിർപ്പ് ഇപ്പോഴും നിൽക്കുമ്പോൾ ട്രംപ് ഒരു യുദ്ധം ഇനിഷ്യേറ്റ് ചെയ്തു എന്നൊരു ചോദ്യം ജേക്കബ് തരകന് മാത്രമല്ല അമേരിക്കയിൽ തന്നെ വളരെ സജീവമായുണ്ട്. ആ ചോദ്യത്തിന് മറുപടി എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ശക്തമായ വാദം ഇറാൻ്റേതല്ല, അമേരിക്കയിൽ തന്നെയാണ്. അവിടെ പ്രിൻസ് ആൻഡ്രൂസ് അറസ്റ്റിലാകുന്നു, അവിടെ ബിൽഗേറ്റ് ക്ഷമ പറയുന്നു, വേൾഡ് എക്കണോമിക് ഫോറം പ്രസിഡന്റ് രാജിവെക്കുന്നു, ബിൽ ക്ലിന്റൺ എക്സ്പോസ്ഡ് ആകുന്നു, US കോൺഗ്രസിൽ ഹിലരി ക്ലിന്റൺ മൊഴി നൽകാനെത്തുന്നു. പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടിയെ ഡൊണാൾഡ് ട്രംപ് പീഡിപ്പിച്ച മൊഴി ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് മറച്ചുവെച്ചു എന്ന ആരോപണം അവിടെയുണ്ട്. ഒരു വലിയ കൊടുങ്കാറ്റ് വീശി തുടങ്ങുമ്പോഴാണ് യുദ്ധാരംഭം. ചേർത്ത് വായിക്കാവോ സാറേ എപ്സ്റ്റീനും ഇറാൻ യുദ്ധവും? അല്ല, തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ കാണാമല്ലോ. എപ്സ്റ്റീൻ ഫയൽ മാത്രമല്ല, എപ്സ്റ്റീൻ ഫയല് വളരെ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഡൊണാൾഡ് ട്രംപ് 2025 അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, ഞാൻ ഫോർ വാറിന് പോകില്ല, ഞാൻ അമേരിക്ക ഫസ്റ്റ് പോളിസി എടുക്കും, അതുകൊണ്ട് ഞാൻ കൂടുതൽ എൻ്റെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ശക്തിപ്പെടുത്താനായിരിക്കും ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ താരിഫ് ഏർപ്പെടുത്തിയത്. ആ താരിഫ് ഏർപ്പെടുത്തിയെങ്കിലും ആ താരിഫ് ഏർപ്പെടുത്തിയതിൻ്റെ ഗുണം അവിടുത്തെ ജനങ്ങൾക്കുണ്ടായില്ല. ആ ജനങ്ങൾക്കുണ്ടാവാതിരുന്നതിൻ്റെ ഫലമായിട്ട് അമേരിക്കൻ ഭരണകൂടത്തിനെതിരായിട്ട് ജനങ്ങൾ അതിശക്തമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂയോർക്ക് തിരഞ്ഞെടുപ്പിൽ മംദാനി ഉൾപ്പെടെയുള്ള ആൾക്കാരെ അവർ ജയിപ്പിച്ചത്, അതായത് ന്യൂയോർക്ക് എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക തലസ്ഥാനമാണ്. അതായത് ഈ സോഷ്യലിസം എന്നൊക്കെയുള്ള വാക്ക് കേട്ടാൽ ആൾക്കാർ പിന്നെ ഒട്ടും ഇഷ്ടപ്പെടാത്ത വാക്ക് പരസ്യമായി പറഞ്ഞ മംദാനിയെ ജയിപ്പിച്ചത് ഈ ട്രംപ് കൊണ്ടുവന്ന താരിഫ് ഉൾപ്പെടെയുള്ള സാമ്പത്തിക നയങ്ങളോട് എതിർപ്പുകൊണ്ടാണ്. അതുപോലെ തന്നെ ഈ എപ്സ്റ്റീൻ ഫയലുകൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും അവിടെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു ആശയ രൂപീകരണം ഉണ്ടാകുകയും ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, നവംബർ മാസം മിഡ് ടേം ഇലക്ഷൻ വരുന്നുണ്ട്. ആ മിഡ് ടേം ഇലക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലേക്കും 3-1 സെനറ്റർമാരും 3-1 ഗവർണർമാരും തെരഞ്ഞെടുപ്പിനെ നേരിടും. ഇപ്പോഴത്തെ, അതായത് ഈ യുദ്ധത്തിനെ സംബന്ധിച്ചുള്ളൊരു ഒപ്പീനിയൻ പോൾ അവിടെ നടന്നു. അമേരിക്കയിൽ നടന്ന ഒപ്പീനിയൻ പോളിൽ ഈ ഇറാനിനെതിരായിട്ട് അമേരിക്ക ആക്രമണത്തിന് പോകുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ വെറും 27% മാത്രമാണ് ആൾക്കാർ അനുകൂലിച്ചത്. ബാക്കിയുള്ള 73% എതിരാണ്. അതായത് ഇങ്ങനെയല്ല, ഇത് പറഞ്ഞുകൊണ്ടല്ല ട്രംപ് അധികാരത്തിൽ വന്നത്. ഇതല്ല നമുക്ക് വേണ്ടത്. ഇതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവുകയുള്ളൂ എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് അമേരിക്കയിലെ ജനങ്ങൾ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും പറഞ്ഞ് ഞാനിതാ ഹമനിയെ കൊന്നു, ഞാൻ അവിടെ ഇറാനിൽ ഭരണമാറ്റം വരുത്തി, ഞാൻ അവിടുത്തെ ന്യൂക്ലിയർ എല്ലാം ഒബ്ലിറ്ററേറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാനാണ് ഒരു ഭാഗത്ത് ശ്രമിക്കുന്നത്. മറുഭാഗത്ത് ഇസ്രായേലോ,
ഇസ്രായേലിൽ നമുക്കറിയാം ഏറ്റവും അധികം പിന്നെ വെറുക്കപ്പെടുന്ന ഒരു പ്രധാനമന്ത്രിയായിട്ട് ഈ നെതന്യാഹു മാറിയിട്ടുണ്ട് ഇസ്രായേലിൽ. ആ രാജ്യത്തും നവംബറിൽ തന്നെ ആവണം തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഞാനാണ് ഈ ഇറാനെ ഇല്ലാതാക്കിയത്, ഞാനാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് സെക്യൂരിറ്റി ഉണ്ടാക്കി കൊടുത്തത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വോട്ട് ചോദിക്കാനാണ് ഇത് വരുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കാണാതെ പോകരുത്. കാരണം ഈ ആക്രമണം തുടങ്ങിയപ്പോൾ ഇറാൻ വളരെ വ്യക്തമായി പറഞ്ഞു, ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കാൻ പോകുന്നില്ല, ഞങ്ങൾ അമേരിക്കയെ ആക്രമിക്കാൻ പോകുന്നില്ല. ഇസ്രായേലിനെ ആക്രമിക്കാനോ ഈ അമേരിക്കയെ ആക്രമിക്കാനോ ഞങ്ങൾക്ക് അതിനുള്ള ശേഷിയില്ല. അപ്പം ഞങ്ങൾ പോകാത്ത ഞങ്ങളെ ആക്രമിച്ചാൽ തിരിച്ച് ഞങ്ങൾ ആക്രമിക്കും. തിരിച്ച് ഞങ്ങൾ ആരെ ആക്രമിക്കും? അമേരിക്ക ആക്രമിച്ചാൽ 10,000 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന അമേരിക്കയെ പോയി ഞങ്ങൾക്ക് ആക്രമിക്കാൻ കഴിയത്തില്ല. സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളുള്ള രാജ്യങ്ങളെ ആക്രമിക്കും. കാരണം എന്താണ്? ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെല്ലാം അമേരിക്കൻ അസറ്റുകളാണ്, അമേരിക്കയുടെ രാഷ്ട്രത്തിൻ്റെ സംവിധാനങ്ങൾ പോലെയാണ്. അതിനെ ആക്രമിക്കാനുള്ള അവകാശം അവർക്കുണ്ട് എന്നവർ പറഞ്ഞിരുന്നു. അതായത് നേരത്തെ തന്നെ ആക്രമണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇറാൻ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു, ഞങ്ങളെ ആക്രമിക്കരുത്, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, ഞങ്ങൾ സമവായത്തിന് തയ്യാറാണ്, പക്ഷെ ഞങ്ങളെ ആക്രമിച്ചാൽ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് ആ രാഷ്ട്രത്തിനെ സംബന്ധിച്ച് പ്രധാനമാണ്, തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചാക്രമിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത്, വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നത്, നമുക്കറിയാം 90 ലക്ഷം ആളുകൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലുണ്ട്, ഇന്ത്യക്കാർ. അതിൽ 30 ലക്ഷം ആളുകൾ മലയാളികളാണ്. അതായത് ഈ യുദ്ധം ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന പോലെ വളരെ 4 ആഴ്ചയോ 5 ആഴ്ചയൊക്കെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ആളുകൾ, നിരപരാധികളായിട്ടുള്ള നമ്മുടെ ആളുകൾ, ഇതിനകത്ത് ഒരു പങ്കുമില്ലാത്ത ആളുകൾ മരിക്കുന്ന സാഹചര്യം വരും. മരിക്കുന്ന മാത്രമല്ല, അവർ ഈ രാജ്യം വിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു കുറ്റവുമില്ലാത്ത ഒരു കുറ്റം എന്ന് പറഞ്ഞാൽ സമാധാനത്തിന് തയ്യാറായി നിന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഭരണമാറ്റം നടത്തി അവിടെ അധികാരം മാറ്റം നടത്തുക എന്ന് പറയുന്ന ഹിഡൻ അജണ്ടയുമായിട്ട് വന്ന ഈ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കലാപമാണിത്, അശാന്തിയാണിത്, സംഘർഷമാണിത്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ ഇറാനെ ആക്രമിക്കുന്നതിൽ ഈ അമേരിക്കക്കകത്ത് തന്നെ എപ്സ്റ്റീനുമായി ബന്ധപ്പെടുത്തി വായിക്കുന്നവരുണ്ട്. എന്താണ് അതിന് പറയുന്നത്? എന്താണ് ഈ പറയുന്ന ആ ഫയലിനെ പറ്റി പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. ചെറിയ പെൺകുഞ്ഞുങ്ങൾ, 5-6 വയസ്സുള്ള ചെറിയ പെൺകുഞ്ഞുങ്ങളെ വേട്ടയാടി നായാടി രസിച്ച കുറേ അധമന്മാരുടെ കവറപ്പിന് വേണ്ടിയാണ് ആ യുദ്ധമെങ്കിൽ ഒരു പ്രേക്ഷകൻ കമന്റ് ബോക്സിൽ പറയുന്നു, എപ്പിക് ഫ്യൂറി എന്നല്ല പറയേണ്ടത്, ഓപ്പറേഷൻ ഫോർ എപ്സ്റ്റീൻ ഫയൽ റെസ്ക്യൂ എന്നാക്കണമെന്നാണ്. ജേക്കബ് തരകൻ, എന്താ ബെയ്റൂത്തിൽ വൻ സ്ഫോടനം എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. യുദ്ധം അത് പിന്നെയും പല മേഖലകളിലേക്ക് വ്യാപിക്കുകയാണ്. ജേക്കബ് തരകൻ, ഇവിടെ അമേരിക്ക ഇസ്രായേൽ ഐക്യം, ആ ഐക്യത്തിൻ്റെ സൈനിക ബലവുമായി ഇറാൻ യാതൊരു താരതമ്യമില്ലെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അവർക്കും കപ്പാസിറ്റി ഉണ്ട്. ഏറ്റവും കൂടുതൽ IRGC പറയുന്ന അവർ ഈ പറയുന്ന ഖുറം ഷാഹർ 4 കൈബർ മിസൈൽ പ്രയോഗിക്കാൻ തുടങ്ങുന്നുള്ളതാണ്. 1800 കിലോ വാർഹെഡ്, ഇന്റർമീഡിയറ്റ് റേഞ്ച്, ഇന്റർകോണ്ടിനൽ എന്ന് പറഞ്ഞാൽ മാരകശക്തിയുള്ള സാധനമാണ്. അതെത്ര ഇവരുടെ കയ്യിലുണ്ട്? അല്ലെങ്കിൽ ഫത്ത 1-2 ഹൈപ്പർസോണിക് മിസൈൽ എത്ര ഇവരുടെ കയ്യിലുണ്ട്? യഥാർത്ഥത്തിൽ ഇറാന്റെ മിസൈൽ ഡ്രോൺ ആവനാഴി എത്രത്തോളം ഉണ്ട് എന്നൊരു ധാരണ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ജേക്കബ് തരകൻ? എക്സാക്റ്റായിട്ട് ഒരു കാരണവശാലും രണ്ടുപേർക്കും മറ്റുള്ളവരുടെ എത്ര ശേഷിയുണ്ടെന്ന് അറിയാൻ ഒരു ഉദ്ദേശം മാത്രമേ കാണൂ. പക്ഷേ ഒരു പ്രൊലോങ്ഡ് വാർ, അതായത് ഒരു യുദ്ധം തുടങ്ങി പെട്ടെന്ന് തന്നെ തീർക്കാൻ ഒത്താൽ ജയവും തോൽവിയും അന്നേരം തന്നെ അറിയാൻ വെക്കും. നമുക്ക് മുമ്പിൽ ചരിത്രം പറയുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ റഷ്യയ്ക്കും അമേരിക്കയ്ക്കും പറ്റിയത്, വിയറ്റ്നാമിൽ അമേരിക്കയ്ക്ക് പറ്റിയത്, ഇതൊക്കെ നമുക്ക് മുമ്പിൽ കാണുന്നതാണ്. എത്ര നാൾ ഈ യുദ്ധം മുമ്പോട്ട് നീണ്ടു പോകുമോ അത്രയും പ്രയാസമായിരിക്കും ഈ വൻ ശക്തികൾക്ക് ജയിക്കുവാൻ. കാരണം തോൽവി എന്നുള്ളത് ഒരു കൺസെപ്റ്റാണ്. നമ്മൾ രണ്ടുപേര് തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അടി ഉണ്ടാകുമ്പോൾ ഒരു കാഴ്ചപ്പാടുണ്ട്, ആരാണ് ജയിക്കാൻ പോകുന്നത്. ഇപ്പം നമുക്കെല്ലാവർക്കും തോന്നുന്നത് ഇസ്രായേലിനും അമേരിക്കയുടെയും അവരുടെ മിലിറ്ററി സ്ട്രെങ്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇറാൻ ഒന്നുമല്ല എന്ന് നമുക്കെല്ലാം അറിയാം. പക്ഷേ ഈ തിരിച്ചടി നമ്മൾ കാണുമ്പോൾ ഇറാൻ്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇറാൻ്റെ റിറ്റാലിയേഷൻ നമ്മൾ വിചാരിച്ചതിനൊക്കെ അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ നറേറ്റീവിനൊരു ഫ്ലോ വരുന്നുണ്ട്. ഇത് ഓരോ ദിവസം കഴിയും തോറും ഇസ്രായേലിൽ വീഴുന്ന ഓരോ ബോംബിൻ്റെയും പ്രത്യാഘാതം അവിടുത്തെ മരണം മാത്രമല്ല അവരുടെ ഇമേജിനും. ഫോർ എക്സാമ്പിൾ, അയൺ ഡോം എന്ന കൺസെപ്റ്റ് പോയി, അത് പൊളിഞ്ഞു എന്നുള്ളതിന് ഇതാണ് ഇപ്പം സിനഗോഗിൽ വീണ മിസൈൽ. അതങ്ങനെ പോകും തോറും അത് കൂടുതൽ സ്ട്രെങ്ത് ആയിക്കൊണ്ട് വരും. അതായത് ഈ ഡേവിഡും ഗൊലയത്തും പോലെ അവസാനം ലോങ് വാറിൽ എപ്പോഴും
ഡേവിഡിനായിരിക്കും ജയം, ദാവീദിന് തന്നെ ആയിരിക്കും ജയം. കാരണം നഷ്ടപ്പെടാൻ ഇറാൻ ഒന്നുമില്ല. അതേസമയം അമേരിക്കയ്ക്കും ഇസ്രായേലിനും നഷ്ടപ്പെടാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ അങ്ങനെ നോക്കിയാൽ ഇതിലൊരു അസിമെട്രിയാണ് ഈ യുദ്ധത്തിൽ. അതായത് ഇറാൻ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കും, ഇവിടുന്ന് നോക്കി അടിക്കും. എവിടെ ആരെ എപ്പം തല്ലണം എന്ന് അവർക്ക് തീരുമാനിക്കാം. അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും അവരുടെ പേരിനും അവരുടെ ശ്രേയസിനും ഒക്കെ കോട്ടം വരും. നാശനഷ്ടങ്ങൾ കൂടുതൽ ഇറാന് തന്നെ ആയിരിക്കും. പക്ഷെ ഇത് നഷ്ടപ്പെടാനൊന്നുമില്ല അവർക്ക്. പക്ഷെ നഷ്ടം ഇസ്രായേലിന് വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ വരുന്ന വാർത്ത, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസിൽ ഇറാന്റെ ഖൈബർ മിസൈൽ പതിച്ചുവെന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഖുറംഷാഹർ 4 വലിയ കപ്പാസിറ്റിയുള്ള മിസൈലാണ്, അത് പതിച്ചുവെന്നാണ് IRGC പറയുന്നത്. ഇറാന്റെ അവകാശവാദം പക്ഷേ ഇസ്രായേൽ തള്ളുകയും ചെയ്യുന്നു. അതിന്റെ സത്യം വരട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊപ്പഗണ്ട വാർ എന്നുള്ളത് യുദ്ധത്തിന്റെ ഭാഗം കൂടിയാണ്. ഓക്കെ സാർ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ നിർമ്മൽ അബ്രഹാം, ഇവിടെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരുപാട് പ്രേക്ഷകർ പറയുന്നുണ്ട്. അവിടെയുള്ള സ്ഫോടനങ്ങളെ പറ്റി പറയുന്നുണ്ട്, വാണിങ്ങുകളെ പറ്റി പറയുന്നുണ്ട്. അതിന് അവരോട് നന്ദിയുണ്ട്. കാരണം നമ്മൾ ഏത് റിപ്പോർട്ടർമാർ പറയുന്നതിനേക്കാൾ കൂടുതൽ അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ കമന്റ് ബോക്സിൽ പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷേ കൂടുതൽ പ്രേക്ഷകരും ഇപ്പോൾ ഉമൈ ഭാനു പറയുന്നത് ഗൾഫിൽ സ്ഥിതി ശാന്തമാണ്, ഞങ്ങൾക്ക് മലയാളം ന്യൂസിൽ പറയുന്ന ഒരു പ്രശ്നവുമില്ല, ഞാൻ അബുദാബിയിലാണ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവർ ഏതെങ്കിലും തരത്തിൽ നേർക്കുനേർ ബാധിക്കുന്ന ഒരു പ്രശ്നം നിലവിലില്ല, സത്യമാണ്. പക്ഷേ ഇപ്പോൾ ദുബായിൽ എയർപോർട്ട് അടച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? ദുബായി അവർ ഏറ്റവും പ്രധാനമായി കാണുന്ന അവരുടെ ടൂറിസം മേഖല തകരാൻ പോകുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെ ബാധിക്കാൻ പോകുന്നു എന്നുള്ളതാണ്, ഇൻവെസ്റ്റ്മെന്റിനെ ബാധിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മുടെ ഹോർമൂസ് കടലിട്ട് അടച്ചിട്ടില്ല, അടയ്ക്കുമെന്ന എന്ന് വെല്ലുവിളി അസ്വസ്ഥത ആയപ്പോഴേക്കും 7% $80 പെർ ബാരൽ എന്നുള്ള നിലയ്ക്ക് എണ്ണവില കൂടാൻ പോകുന്നു. നാളെയോ മറ്റാൾ മുതൽ ഇന്ത്യയിലടക്കം കേരളത്തിലടക്കം നമ്മളത് അനുഭവിക്കാൻ പോവാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാവുന്ന ഈ അസ്വസ്ഥതകൾ അവിടെ സാമ്പത്തികമായി ബാധിക്കുകയാണെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. ശ്രീ നിർമ്മൽ അബ്രഹാം. അല്ല, ഇത് ആളുകൾ കാണുമ്പോൾ അതിനെ മൈക്രോ ലെവലിലും മാക്രോ ലെവലിലും കാണുന്നു. ഇപ്പോൾ സ്വന്തം ജീവന് ഭീഷണി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെയും താങ്കൾക്കുള്ളതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ ബന്ധുക്കളൊക്കെ ഉള്ളപ്പോൾ അവർ പറയുന്നത് അടുത്തും വീഴുന്നുണ്ട്, പിന്നെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളില്ല എന്നാണ്. പക്ഷേ അതിൻ്റെ ഒരു വൈഡറായിട്ട് ബ്രോഡർ തലത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ താങ്കൾ പറഞ്ഞ പോലെ ഒരുപാട് ഇഷ്യൂസ് അതിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ ഈ ഒരു യുദ്ധം തുടങ്ങിയതിന് ശേഷം ഏകദേശം 3000-ന് മേലെ ഫ്ലൈറ്റുകളാണ് ക്യാൻസലായത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഓക്കെ, ഫ്ലൈറ്റ് ക്യാൻസലായി, കുറച്ച് പേർക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, അവിടെ പോയി ഇപ്പോൾ എത്രയോ ആളുകൾ ടൂർ പോകുന്ന സ്ഥലമാണ്, ബന്ധുക്കളെ വിസിറ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലമാണ്. അങ്ങനെ വിസിറ്റ് ചെയ്യാൻ പോയി അവിടെ പെട്ടുപോയ ആളുകളുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നാട്ടിൽ വന്ന് തിരിച്ച് ജോലിക്ക് പോകാൻ പറ്റാത്ത ആളുകളുണ്ട്. ഈ ഫ്ലൈറ്റുകൾ ക്യാൻസലായെന്ന് പറയുമ്പോൾ പാസഞ്ചർ ഫ്ലൈറ്റ് മാത്രമല്ല, കാർഗോ ഫ്ലൈറ്റുകൾക്കും ആ വഴി പോകാൻ പറ്റില്ല. അപ്പോൾ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ വെള്ളത്തിൽ എന്താണോ നടക്കുന്നത് അതേ തടസ്സം എയറിലും വരും. അതായത് അങ്ങോട്ട് കമ്മോഡിറ്റീസ് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം അവിടെയും വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഫൈനലി ഇപ്പം സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ 20% ഓയിൽ ട്രേഡാണെന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയുടെ 50% ഓയിൽ ട്രേഡ് വരുന്നത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിലൂടെയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കതിൻ്റെ ഇമ്പാക്റ്റ് കൂടുതലാണ്. മാത്രമല്ല, ഇവിടെ ഇപ്പം ഹൂത്തികൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നേവൽ മൈൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്, ആ വഴി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഷിപ്പ് പൊട്ടിത്തെറിക്കും, അല്ലെ എക്സ്പ്ലോഷൻ നടക്കും എന്നൊക്കെയുള്ള ഭീഷണിയുണ്ട്. അങ്ങനെയുള്ള ഭീഷണി ഉള്ളതുകൊണ്ട് തന്നെ മറൈൻ ഇൻഷുറൻസ് റൈസ് ആവും. ഈ വഴി തിരിച്ചു വിടുമ്പോഴത്തേക്കും 2-3 ആഴ്ച കറങ്ങി വരുമ്പോഴത്തേക്കും ഫ്യൂവൽ അടിച്ച് വരുമ്പോഴത്തേക്കും ആ ഫ്യൂവൽ കോസ്റ്റും റേസ് ആവും. ഈ കോസ്റ്റുകളെല്ലാം ഇവൻച്വലി കസ്റ്റമറിൻ്റെ നെഞ്ചത്തോട്ടാണ് ഇവർ തരാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു എലമെൻറ്റ് നമ്മൾ ചിന്തിക്കണം. പിന്നെ ഈ തടസ്സപ്പെട്ടു പോയത് ചിന്തിക്കണം. ജീവന് ഭീഷണി എന്ന് പറയുന്നത് ഇല്ലാത്തതിനെ ആശ്വസിക്കുക. പക്ഷേ മുന്നോട്ട് ഞാൻ പറഞ്ഞ പോലെ ഇറാന് ഇപ്പം നേരത്തെ പാനലിസ്റ്റ് സൂചിപ്പിച്ച പോലെ ഒന്നും നഷ്ടപ്പെടാനില്ല. അവരുടെ അപ്രോച്ച് ഇപ്പോൾ 2 കൂട്ടരുടെ അപ്രോച്ച് ഇതാണ്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ അപ്രോച്ച് ഏതായാലും നനഞ്ഞു ഇനി കുളിച്ചിറങ്ങാം എന്നാണെന്നുണ്ടെങ്കിൽ അത് അപകടമാണ്. ഇറാൻ്റെ അപ്രോച്ച് ഏതായാലും മുങ്ങി മറ്റുള്ളവരെ കൂടെ മുക്കാം എന്നാണെങ്കിലും അത് അപകടമാണ്. ആ ഒരു അപ്രോച്ച് ഇറാൻ എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ടെററിസ്റ്റ് അറ്റാക്കുകളൊന്നും നടത്താൻ അവർ മടിക്കില്ല. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പബ്ലിക് പ്ലേസിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ടാർഗറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ബ്രിട്ടീഷുകാരോ അമേരിക്കക്കാരോ ആയിരിക്കും. കാരണം ഇവർ രണ്ടുപേരുമാണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ കൊളാട്രൽ ഡാമേജ് ആയിട്ട് ആ പറയുന്ന ഷോപ്പിംഗ് മോളിലോ സ്റ്റേഷൻസിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പൊതുസ്ഥലത്തിലോ സ്റ്റേഡിയത്തിലോ ഉള്ളത് അവർ മാത്രമല്ലല്ലോ, വേറെ ആളുകളുണ്ട്. അതിൻ്റെ അകത്ത് മലയാളികൾ വരാം, ഇന്ത്യക്കാർ വരാം. അങ്ങനെയുള്ളൊരു ഡേഞ്ചർ ഉണ്ട്. അതിപ്പോൾ ഇല്ല എന്നുള്ളത് ആശ്വസിക്കാം, എന്നുള്ള കാര്യം നടക്കാതിരിക്കാൻ പ്രാർത്ഥിക്കാം. പക്ഷേ രണ്ടാമത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അമേരിക്ക പിൻവലിയണമെന്നുണ്ടെങ്കിൽ വലിയൊരു സ്കെയിലിൽ
ഒരു ആക്രമണം അമേരിക്കയ്ക്കുള്ളിൽ വേണം നടക്കാം. ഇതിനുള്ള പോസിബിലിറ്റി പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2020-നും 2024-നും ഇടയ്ക്ക് ബൈഡൻ്റെ കാലഘട്ടത്തിൽ 1 കോടിയോളം ഇല്ലീഗൽ ഇമിഗ്രൻസ് നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നുള്ളത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇതിൽ തന്നെ 1500ഓളം ഇറാനിയൻസിനെ ബോർഡർ പെട്രോളിൻ്റെ കയ്യിൽപ്പെട്ട ഇറാനിയൻസ് ഉണ്ട്. അതിൽ 800 പേരെ അവർ റിലീസ് ചെയ്ത് US-നകത്തോട്ടും വിട്ടിട്ടുണ്ട്. പലർക്കും ഈ പറയുന്ന പോലെ നേരായ ഡോക്യുമെൻറ്റ്സ് ഇല്ല, അതുകൊണ്ടാണല്ലോ അവർ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആകുന്നത്. ഇപ്പോൾ ഇറാൻ ഇതൊക്കെ മുന്നിൽ കാണുന്നതാണ് തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോഴത്തേക്ക് അതിനുള്ളിൽ ആളുകളുണ്ടോ, എന്തെങ്കിലും ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കൂടെ ഈ ഒരു സമയത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ട്രംപിന് കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിലോട്ട് പോയാലാണ് ട്രംപും നെതന്യാഹുവും പിന്മാറുക എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ 2 പേരുടെ അപ്രോച്ച് ഇതാണ്. ഒരാളുടെ അപ്രോച്ച് ഏതായാലും നനഞ്ഞു കുളിച്ചിറങ്ങുക, മറ്റേയാളുടെ അപ്രോച്ച് ഏതായാലും മുങ്ങുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഞാൻ മുക്കും എന്നുള്ള അപ്രോച്ച്. ഇവിടെയാണ് ഡേഞ്ചർ. പക്ഷേ ഇതിലേതെങ്കിലും ഒരാൾ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായാൽ, ഏതെങ്കിലും ഒരു രാജ്യം വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായാലാണ് അവിടെ ഒരു മാറ്റത്തിന് സാധ്യതയുള്ളൂ. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് യുദ്ധം നീണ്ടുപോകും, ഇറാന് കുറച്ച് നാൾ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ള സത്യമാണ്, ഡ്രോണുകളൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ അതിൻ്റെ കൊളാറ്ററൽ ഡാമേജ് അനുഭവിക്കാൻ പോകുന്നത് അവിടെയുള്ള ജനങ്ങളും പിന്നെ എക്കണോമിക് ഡാമേജ് അനുഭവിക്കാൻ പോകുന്നത് നമ്മളെപ്പോലുള്ള ജനങ്ങളുമാണ്. അതാണ് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല. പ്രത്യേകിച്ച് പുതിയ കാല യുദ്ധങ്ങളിൽ ആരും ജയിക്കുന്നില്ല. എല്ലാവരും തോക്കുന്നു മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുന്നു. ഒരുപക്ഷെ ഒരാഴ്ച കൊണ്ട് തീർക്കാൻ പറ്റുന്ന യുദ്ധം 1 വർഷമല്ല, 2 വർഷമല്ല, 3 വർഷം കഴിഞ്ഞ് നടക്കുന്ന യുദ്ധം നമ്മുടെ കൺമുന്നിലുണ്ട്. ജോസഫ് ആന്റണിയും അവിടുത്തെ സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ ഹെക്സേത്തിന്റെ വാർത്താ സമ്മേളനം പെന്റഗണിൽ കഴിയുകയായിരുന്നു. അദ്ദേഹം ഏകദേശം 3/4 മണിക്കൂറെടുത്ത് ഞങ്ങളുടെ അമേരിക്കൻ പൗരന്മാരെ കൊന്നാൽ ഞങ്ങളും കൊല്ലും എന്നൊക്കെ മാസ് ഡയലോഗുകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. വാർത്താ സമ്മേളനം കഴിയുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ഇതുതന്നെയാണ്, എന്താണ് നിങ്ങളുടെ റിയൽ റാഷണൽ, എന്തിനായിരുന്നു നിങ്ങൾ ആക്രമിച്ചത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ചൂടാവുകയാണ്. ഡിഡ് യു നോട്ട് ഹിയർ മൈ റിമാർക്സ് എന്ന് ചൂടാവുന്ന പീറ്റർ ഹെക്സേത്തിനെ കാണുകയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇത് അമേരിക്ക തുടങ്ങിയ യുദ്ധമല്ല, പക്ഷേ ട്രംപ് തീർക്കും എന്ന് പറയുന്നു. അമേരിക്ക തുടങ്ങിയ യുദ്ധമല്ലെന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിനെ പഴിയാറുകയാണെന്ന് തോന്നുന്നു. അമേരിക്കയുടെ ഇതിലെ യഥാർത്ഥ റാഷണൽ എന്താണ് എന്ന ചോദ്യം ഉയർന്നുകൊണ്ടേയിരിക്കും. അമേരിക്കയ്ക്ക് അതിനൊരു നാൾ മറുപടി പറയേണ്ടിയും വരും. ശ്രീ ജോസഫ് ആന്റണി. ശ്രീ ജേക്കബ് തരകൻ. ശ്രീ ഹാഷ്മി ചോദിച്ചത് വളരെ പ്രസക്തിയുള്ള ചോദ്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഈ ചോദ്യത്തിന് ഉത്തരം ലോകത്തിന് ട്രംപും ഇന്നത്തെ അമേരിക്കൻ സംവിധാനവും മറുപടി പറയണം. എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ ട്രംപിന് അമേരിക്കയിൽ തന്നെ ഇതിന് ഉത്തരം കൊടുക്കേണ്ടി വരും, അധികം നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ. ഈ നറേറ്റീവ് ബിൽഡിംഗ് ടു കവർ എ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, അതായത് പൊളിറ്റിക്കലി കൺവീനിയൻസിന് വേണ്ടി ഒരു നറേറ്റീവ് ഉണ്ടാക്കി ശ്രദ്ധ തിരിച്ചു വിടുന്നത് ഇപ്പോഴത്തെ ഒരു കണ്ടംപററി പൊളിറ്റിക്കൽ ആർട്ടാണ്. അതിൽ ട്രംപ് വിദഗ്ധനാണെന്നുള്ളതിന് തെളിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്തിന് തുടങ്ങി എന്തിന് ചെയ്താലും നഷ്ടമെല്ലാം മറ്റുള്ളവർ സഹിക്കുക എന്നുള്ള ട്രംപിൻ്റെ പഴയ ഒരു പരിപാടിയാണ്. സങ്കടം ആയിരക്കണക്കിന് വ്യക്തികൾ, ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങൾ, അവരൊക്കെയാണ് അങ്ങേരുടെ ഈ ക്രൂര വിനോദത്തിന് ഇരയായിട്ട് മരിക്കുന്നത് ഓർക്കുമ്പം ഇന്നല്ലെങ്കിൽ നാളെ ആരെങ്കിലും ചോദിച്ച് അദ്ദേഹത്തെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കണം എന്നാണ് എൻ്റെയും ആഗ്രഹം. ഓക്കെ, ഇപ്പോൾ തന്നെ 1 അല്ല 4 അമേരിക്കൻ സൈനികരുടെ ചോര നിങ്ങളുടെ കയ്യിലുണ്ട്. ഡൊണാൾഡ് ട്രംപ് എന്ന പ്രതിഷേധം അമേരിക്കയിൽ വരുന്നുണ്ട്. അമേരിക്കൻ കോൺഗ്രസ് പ്രധാനപ്പെട്ട നിയമനിർമ്മാണത്തിലേക്ക് പോവുകയാണ്. എന്താണത്? അതായത് കോൺഗ്രസിന്റെ അനുവാദമില്ലാതെ യുദ്ധത്തിലേക്ക് പോകുന്നതിന് പ്രസിഡന്റിനെ തടയുന്ന നിയമനിർമ്മാണമാണ്. അപ്പോൾ എത്രത്തോളം സീരിയസ് ആയി അമേരിക്കൻ കോൺഗ്രസ് ഇതിനെ കാണുന്നു എന്നത് വ്യക്തമാണ്. അമേരിക്കകത്ത് തന്നെ ട്രംപിന് അതിൽ പിന്തുണയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഹെക്സേത്ത് എന്ന് പറഞ്ഞാലും എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. എന്തായാലും സമാധാനം പുലരട്ടെ എന്ന് തന്നെയാണ് പ്രാർത്ഥന. ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഈ ഗൾഫ് റീജിയണിലെങ്കിലും ഗൾഫ് മേഖലയിലെങ്കിലും സമാധാനം പുലരട്ടെ. നമ്മുടെ നേർക്കുനേർ ആശങ്ക അതൊക്കെയാണല്ലോ. പെട്ടെന്ന് സമാധാനം സ്ഥാപിക്കട്ടെ എന്ന ആഗ്രഹത്തോടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.